May the unique name of Lord and Savior Jesus Christ be magnified. ഈ വർഷവും കൂടെ ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ ഓർത്ത് പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. This year too the Lord has given us a blessed convention. Therefore introductorily I praise the name of God for the same. കൺവെൻഷന്റെ പ്രാരംഭ രാത്രിക്കായി ആരംഭമായി ദൈവത്തെ സ്തുതിക്കുക. First of all, I thank the Lord for the Lord has brought us under the first evening of the fleet of these meetings. ഇന്ന് രാത്രി ഇവിടെ ഇങ്ങനൊരു കൺവെൻഷൻ നടക്കുമ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തും വിശുദ്ധന്മാരാൽ ഇതുപോലെയുള്ള കൺവെൻഷൻ കൂട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. But tonight, convention meeting is organized here in different parts of Kerala. Conventions are being led by the saints of God. അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നതോടൊപ്പം ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മധ്യ ഇറങ്ങി നമ്മെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. Let us keep ourselves in the presence of God in the spirit of prayer. You know that in all such contexts, the glory of God shall overshadow. Meanwhile, our meeting shall always be led by the glory of the Lord. ഇതുവരെയും ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണതയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So far, we have experienced different kinds of joys and the perfection of joy in the presence of God. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയും കർത്താവ് നമുക്ക് ദാനമായി തന്നു. The Lord has gifted us freely a blessed testimony too. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. In furtherance, let's keep ourselves in the presence of God in the spirit of prayer, so that God may deal with us through His word. ഈ ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനത്തിനു വേണ്ടി ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 21-ാം വാക്യം ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. For these days of meditation, this is what the book of Genesis, read chapter 49, verse 21. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. Naphtali is a hind at loose. He is speaking goodly words. സത്യാവേദ പുസ്തകത്തിലെ പ്രാരംഭ ഗ്രന്ഥമാണല്ലോ ഉൽപ്പത്തി പുസ്തകം. Book of Genesis is the first book in the Holy Bible. സത്യാവേദ പുസ്തകത്തിന്റെ ഗ്രീക്ക് തർജ്ജമയായ സെപ്റ്റജന്റിലാകുന്നു ആദ്യമായി ഈ പുസ്തകത്തിന് ഉൽപ്പത്തി എന്ന പേര് പരാമർശിച്ചത്. This book got the first name, that is Genesis, that is mentioned in the first volume, that is Septuagint. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം എന്ന വാക്യത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിന് ഉൽപ്പത്തി എന്ന പേര് എടുക്കുവാൻ കാരണമായി തീർന്നത്. In the book of Genesis, chapter verse number 4, the Lord God makes the creation of everything, and He comes with the genealogy. From that word, Genesis came into being. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനും മിസ്രയീമിലെ സകല വിദ്യകളും അഭ്യസിച്ചവനുമായ മോശയാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ. It is Moses who is mighty in word and deed. It is Moses, and who was very powerful, who learned all the arts devised in Egypt, who is the author of this particular book. വായിച്ച വേദഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ when we focus our attention on the key words which we just said now, ഗോത്രപിതാവായ യാക്കോബ് തന്റെ വാർദ്ധക്യത്തിൽ തന്റെ മക്കൾ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. During the ripe of his race, Jacob the patriarch, he was calling out all his sons and to bless one after another. This is a statement in connection with the same. യാക്കോബിന്റെ 6-ാമത്തെ പുത്രനായ നഫ്താലിയെ അനുഗ്രഹിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. Just now we have read and heard a statement that is stated by his father as a mock blessing to his Naphtali, his son, the 6th one. നഫ്താലി എന്ന പേരിന്റെ അർത്ഥം പൊരുതുക എന്നുള്ളതാകുന്നു. The meaning of the Naphtali is waging the battle. നഫ്താലിയിൽ നിന്നാകുന്നു നഫ്താലി ഗോത്രം ഉടലെടുക്കുവാൻ ഇടയായി തീർന്നത്. It is from this Naphtali, the tribe Naphtali came into being. നഫ്താലി ഗോത്രം വിശ്വസ്തരായ യുദ്ധസേവകരായിരുന്നുവെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. When we go through the pages of history, we come to notice the tribe of Naphtali was noted for warriors. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അധിക ഭാഗവും നഫ്താലിയുടെ ഗോത്രപ്രദേശത്തായിരുന്നു നടത്തപ്പെട്ടിരുന്നത്. During the days of the open ministry of Lord Jesus Christ, the lands of Share was devoted to the places in connection with the suburbs of the tribe of Naphtali. യേശുക്രിസ്തുവിന്റെ ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണവും നഫ്താലി മലനാട്ടിലാണ് നടത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. The celebrated Mount Sermon Lord Jesus Christ, that is also done. It is in the part of the Naphtali.
മലമേലിരിക്കുന്ന പട്ടണങ്ങൾ എന്ന് തിരുവിടത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരാമർശിച്ചിരിക്കുന്ന പട്ടണങ്ങളൊക്കെയും നഫ്താലിയിലുള്ള പട്ടണങ്ങളാകുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. During the course of the message, Lord Jesus Christ referred to certain cities, the cities on the mountain. All these are located in the city of Naphtali. കുറുവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ എന്ന് വായിക്കുന്നു. When we come to the key verse, it is written here, Naphtali is a hind that is let loose. റാഹേലിന്റെ ദാസിയായ ബിൽഹയാണ് നഫ്താലിയുടെ അമ്മ എന്ന് പറയുന്നത്. Bilhah is the mother of Naphtali, who is a maid servant unto Rachel. എന്ന് വെച്ചാൽ ദാസിയിൽ നിന്നാണ് നഫ്താലി ജനിച്ചത്. Which means from the maid servant, Naphtali was born. ദാസിയിൽ നിന്ന് ജനിച്ചവനെങ്കിലും സ്വതന്ത്രയായി നടക്കുന്നവനായിരുന്നു നഫ്താലി എന്നിവിടെ വായിക്കുകയാണ്. Although he was born of a bondwoman, in this passage we understand he is walking freely. നഫ്താലിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ when we examine the history of Naphtali, ദാസിയിൽ നിന്ന് ജനിച്ച നഫ്താലി സ്വതന്ത്രയായി തീരുവാൻ ഇടയായി തീരുന്നത് അവന്റെ പേര് പോലെ അവൻ പൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. This Naphtali, he was born of a bondwoman, and now he happens to be free according to the name that he got that freedom because of a fierce battle. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ when we come to the pages of the book of Judges, സീസരിയുമായുള്ള യുദ്ധത്തിൽ പോർക്കളത്തിൽ പ്രാണനെ ത്യജിച്ച ജനമായിരുന്നു നഫ്താലി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. There also we notice it is the people of Naphtali, they have forsaken their own lives in the battle against Caesar. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ നഫ്താലി പോർക്കള വീടുകളിൽ തന്നെ എന്നവിടെ പരാമർശിക്കുന്നു. In the book of Judges, chapter 5, verse 18, it is mentioned that this Naphtali was on the hills of battles. പോർക്കള വീടുകളിൽ പോരാടി അവൻ ദാസിയുടെ മകനായി ജനിച്ചെങ്കിലും സ്വാതന്ത്ര്യമുള്ളവനായി തീരുകയാകുന്നു ചെയ്യുന്നത്. Although he was born as a son of a maidwoman, and he is waging the battle in the high places, and now he is coming to liberty. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ when we draw attention unto the key verse we just read now, അതീവ പ്രധാനമുള്ള 3 വിഷയങ്ങൾ നമുക്ക് അവിടെ ചിന്തിക്കുവാൻ സാധിക്കുന്നു. now we come across 3 most important themes in that passage. ഒന്ന്, മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന അടിമത്തത്തിന്റെ ശക്തിയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. Foremost, we notice the power of captivity that is enslaving human life. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഒരു പോരാട്ടം ആവശ്യമാണെന്ന് നമുക്ക് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. This is what it teaches us. In order for deliverance, we have to wage a battle. മൂന്നാമത്, പോരാടി നേടിയെടുക്കേണ്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Further, from that passage, we come to read about the liberty, the freedom that we have to win. നമ്മൾ വായിച്ച കുറുവാക്യത്തിന്റെ 2-ാം ഭാഗത്തേക്ക് പോകുമ്പോൾ when we come to the latter half of the portion we just read now, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു എന്നിവിടെ എഴുതിയിരിക്കുന്നു. he is giving goodly words is mentioned here. അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി കാണിക്കുകയാകുന്നു ചെയ്യുന്നത്. that divulges the very nature of Jesus Christ. ആകയാൽ സ്വതന്ത്രരായ നാം നമ്മൾ പ്രാപിക്കേണ്ട ക്രിസ്തുവിന്റെ സ്വഭാവത്തെയും അവിടെ പഠിക്കുവാൻ സാധിക്കും. Therefore we are free. What are the natures of Lord Jesus Christ we have to accumulate is also mentioned today. ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി തീരേണ്ടിയിരിക്കുന്നു. In order to reign with the Lord Jesus Christ, we must be led unto liberty. ഗലാത്യലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ coming to Galatians chapter 4 verse number 26, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചൊരു പരാമർശമോടെ കാണുവാൻ സാധിക്കുന്നു. we read about reference that is made to the holy city the Lord is preparing for us. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു എന്ന് വായിക്കുന്നു. Jerusalem which is above is free. ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്ന നഗരം ഒരു സ്വതന്ത്ര പട്ടണമാകുന്നു എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. The city that the Lord is preparing for the people of God is a free one. ആകയാൽ അടിമകൾക്ക് ഒരിക്കലും അവിടെ പാർക്കുവാൻ സാധിക്കത്തില്ല. Therefore the slaves can no more dwell in that city. ആകയാൽ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ആ സ്വതന്ത്ര നഗരത്തിൽ പാർക്കുവാൻ കഴിയണമെങ്കിൽ in order to dwell with the Lord in that heavenly city in heaven, നമ്മൾ യഥാർത്ഥമായി സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി തീരേണ്ടിയിരിക്കുന്നു. indeed we have to experience the true spirit of freedom in our life. ആകയാൽ ഈ നാളുകളായി നമ്മൾ നഫ്താലിയെ പോലെ പോർക്കളത്തിൽ പൊരുതി നമ്മൾ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുവാൻ നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. Therefore these days we have to get also prepared
in order to wage the battle like Naphtali and attain freedom. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മാനവജാതിക്ക് ആത്മീകമായ സ്വാതന്ത്ര്യത്തെ തരുവാൻ വേണ്ടിയായിരുന്നു. Lord Jesus Christ paid his visit to the world in order to command spiritual deliverance to mankind. ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. Lord Jesus Christ came into the world in order to command deliverance to the captives and freedom to the bound. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, when we come to the book of Isaiah chapter 61, the first verse, പിതാവായി ദൈവം അഭിഷേകം ചെയ്ത് പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്ന ഭാഗം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. There we notice the portion which the heavenly Father anoints the Son, whereby the Son was sent to the world with amazing. ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് സ്വാതന്ത്ര്യവും കൊടുക്കുവാൻ പിതാവായ ദൈവം അവനെ അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് അയച്ചു. The heavenly Father anointed him in order to send liberty unto the bounds and redeem the captives unto the world. ആകയാൽ അടിമത്തങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വിഭാവനം ചെയ്തുകൊണ്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. Lord Jesus Christ came into the world proclaiming liberty from captivity. അപ്പോൾ തന്നെ സ്വാഭാവികമായ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരും, എന്താണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Meanwhile, naturally a question might come to our conscience, what is meant by this liberty? ഒരു മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആത്മീകവുമായുള്ള അടിമത്തത്തിനുള്ള മോചനമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. It is a redemption from the psychological, physical and mental captivity is called freedom. അപ്പോൾ അടിമത്തം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം. If so, further another question comes to conscience, what's meant by this captivity? വിശുദ്ധ പത്രോസ് തന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അടിമത്തത്തിന് മനോഹരമായ ഒരു വ്യാഖ്യാനം തന്നിട്ടുണ്ട്. Saint Peter in second epistle chapter verse number 19, he comes out with a clear-cut definition as to captivity. ഒരുത്തൻ ഏതിനോട് തോറ്റിരിക്കുന്നുവോ അതിന് അവൻ അടിമ എന്നിവിടെ വായിക്കുകയാണ് ചെയ്യുന്നത്. Under which thing a man is in bondage and it is defeated to the same. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യനെ അടിമപ്പെടുത്തുന്ന 5 വിഷയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. When we examine the word of God, we notice 5 characteristics which bring man into bondage. ഒന്നാമത് മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ശക്തി പാപമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The force that enslaves man is a sin. That is the first context mentioned by the word of God. ലോകത്തിൽ എത്രയോ മനുഷ്യർ പാപത്തിന് അടിമകളായി ലോകത്തിൽ ജീവിക്കുന്നു. Today, plenty of people in the world are enslaved to sin and leading a life of bondage in sin. രണ്ടാമത് മനുഷ്യനെ അടിമപ്പെടുത്തുന്നത് മരണഭയമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. The word of God teaches the second thing that enslaves man is the fear of death. മൂന്നാമത് സ്വഭാവത്തിൽ ദൈവമല്ലാത്തവയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. Thirdly, the word of God teaches about the man who is enslaved to things which are not really God's. നാലാമത് മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ഒരു വിഷയം അത് മനുഷ്യന്റെ അജ്ഞതയാകുന്നുവെന്ന് കാണുവാൻ സാധിക്കും. The fourth aspect that captivates man is man's own ignorance. അഞ്ചാമതായി നിത്യനാശത്തിന് അടിമപ്പെട്ട മനുഷ്യരെയും നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കും. Fifthly, the word of witness, the man who is enslaved to the eternal damnation. ആകയാൽ പാപം മനുഷ്യനെ അടിമപ്പെടുത്തുന്നു. Therefore, sin enslaves man. മരണഭയം മനുഷ്യനെ അടിമപ്പെടുത്തുന്നു. Fear of death captivates man. സ്വഭാവത്തിൽ ദൈവമല്ലാത്ത ദൈവങ്ങൾ മനുഷ്യനെ അടിമപ്പെടുത്തുന്നു. Ungodly gods capture man. അജ്ഞത മനുഷ്യനെ അടിമപ്പെടുത്തുന്നു. Ignorance enslaves man. മനുഷ്യൻ നിത്യനാശത്തിനും അടിമകളായി ലോകത്തിൽ ജീവിക്കുന്നു. Man be leading a life in this world bound everlasting damnation. ഈ 5 അടിമത്തങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അടിസ്ഥാനപരമായി സാത്താനാകുന്നു. Fundamentally, it is the devil who is fetching these 5 branches of captivity in the human life. സാത്താനാണ് മനുഷ്യനെ പാപത്തിനടിമയാക്കി തീർക്കുന്നത്. The devil is enslaving man under a captivity of sin. സാത്താനാണ് മരണഭയത്തിനും മനുഷ്യനെ അടിമകളാക്കി തീർക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. We notice it is the devil who is bringing man under the subjection of the fear of death. സ്വഭാവത്തിൽ ദൈവമല്ലാത്തതിന് അടിമകളാക്കി മനുഷ്യനെ മാറ്റുന്നതും പിശാച് തന്നെയാകുന്നു. For the same devil who is just pushing this man under slaves and the things that are not really God's. മനുഷ്യന്റെ ബുദ്ധിയിൽ വികാസം പ്രാപിക്കാതെ അവനെ അജ്ഞനാക്കി സൂക്ഷിക്കുന്നതും പിശാച് തന്നെയാകുന്നെന്ന് കാണുവാൻ സാധിക്കുന്നു. Man is not able to find enlightenment. This man is now bound in the grip of ignorance. The process is done by the same devil. മനുഷ്യനെ നിത്യനാശത്തിന് അടിമയാക്കി തീർക്കുന്നതും പിശാചിന്റെ പ്രവൃത്തിയാകുന്നു. In furtherance, it is the work of the devil that is captivating man to be under the clutches of the everlasting damnation. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന ഒന്നാമത്തെ ശക്തി പാപമാകുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. Thus we understand
understand is the first spirit that enslaved man is a sin. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, When we come to John's Gospel, chapter 8, verse 34, യേശുക്രിസ്തു ഇപ്രകാരം തിരുവായ്മൊഴിയുകയുണ്ടായി. in the words of Lord Jesus Christ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, verily, verily, I say unto you, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. all that commit sin are the servants, slaves of sin. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം വായിക്കാം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു എന്ന് പറയുന്നു. Whosoever commits to sin is a servant of sin. ഒരു പാപം ഒരു യജമാനനെ പോലെ മനുഷ്യൻ അടക്കി ഭരിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. In this passage we notice sin is like a master having control over man. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർ പാപത്തിന് ദാസന്മാരായി ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. Today in the present world, many people live the life being slaves to sin. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, When we come to book of Genesis, chapter 34, verse 7, സർവശക്തനായ ദൈവം കയ്യിന് ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. Almighty God is giving a note of caution to Cain. കയ്യിനെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. Cain, this sin is at the threshold. അതിന്റെ ആഗ്രഹം നിന്നിലേക്ക് ആകുന്നു. Its desire is clinging upon you. നീയോ അതിനെ കീഴടക്കണം എന്ന് അവനൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. You have to prevail upon the same. That's a warning given to him. ഈ നിർദ്ദേശം കയ്യിന് കൊടുക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവൻ പരാജയപ്പെട്ടതിന് ശേഷമാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. Alas, he miserably failed in pleasing God. Thereafter this admonition is given to him. ദൈവം നേരിട്ട് കയ്യിന് ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവന്റെ വാതിൽക്കൽ കിടന്ന പാപത്തെ കീഴ്പ്പെടുത്തുവാൻ കയ്യിന് സാധിച്ചില്ല. Even though God is straight away given the direction to Cain, this sin was at the threshold. He was not able to prevail upon it. കയ്യിൻ തന്റെ ഹൃദയത്തിന്റെ വാതിൽ പാപത്തിന് തുറന്നു കൊടുക്കുന്നതായി പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Further we come to understand Cain was opening the door of his heart for the entrance of sin. അങ്ങനെ കയ്യിൻ ദുഷ്ടനെന്നുള്ളവനായി അവന്റെ സഹോദരനെ കൊന്നുവന്ന് തിരുവെടുത്ത് നമ്മൾ പഠിക്കുന്നു. The word of God says that he is born the wicked, he kills his own brother. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ പാപം കിടക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. Therefore, beloved people of God, we must understand the truth. It is a sin that is lying at the threshold of the human heart. ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് പാപം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിലിൽ കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. Sin is knocking at the door of the heart of a human being. എന്താണ് ഈ പാപത്തിന്റെ ആഗ്രഹം? What is the desire of the sin? ആ ഹൃദയത്തിനകത്തേക്ക് കടക്കണമെന്നുള്ളതാണ്. Some heart that wants to enter the heart. ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പ്, നമ്മളതിനെ പോരാടി കീഴ്പ്പെടുത്തണമെന്നുള്ളതാണ്. The word of God gives a note of caution. We must strive against and conquer it. വെളിപ്പാട് പുസ്തകം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, When we come to the book of Revelation, chapter 3, verse 20, മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ കൊട്ടുന്ന മറ്റൊരു വ്യക്തിയെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. we come across another person who is knocking at the door of human heart. അവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്. Lord Jesus Christ himself says there, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നുവെന്ന് പറയുന്നു. behold, I'm knocking at the door. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരുമെന്ന് പറയുകയാകുന്നു. If anyone hears my voice and opens the door, I will step into him. ആകയാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ രണ്ട് ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. Therefore, at the door of a human heart, we can hear two branches of voice. ഒന്ന്, പാപം ഹൃദയത്തിന്റെ വാതിൽക്കൽ കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. In the first context, this sin is knocking at the door of human heart. മറുഭാഗത്ത് കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. Heart the countess of the Lord is telling, behold, I'm knocking at the door of your heart. ഒരു വ്യക്തി ആർക്ക് അവന്റെ ഹൃദയം തുറന്നു കൊടുക്കുന്നു? Unto whom will a person open his heart? ഇന്ന് ലോകത്തിൽ അനേക മനുഷ്യർ പാപത്തിന് ഹൃദയം തുറന്നു കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. In the present world, we notice the pitiable plight. Human beings opening the heart and do sin. പീലാത്തോസ് യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന വേളയിലേക്ക് നമ്മൾ വരുമ്പോൾ, When we come to the time in which Pilate was interrogating Jesus Christ, സമാനമായൊരു സ്ഥിതിവിശേഷം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. a similar experience is noticeable there. പീലാത്തോസ് ജനത്തോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നു. Pilate poses a question to the mass. നിങ്ങൾക്ക് ക്രിസ്തുവിനെ വേണമോ ബറബാസിനെ വേണമോ? Are you need a Christ? Are you need a Barabbas? ബറബാസ് പട്ടണത്തിലെ കൊലപാതകനും കൊള്ളക്കാരനുമാകുന്നു. Barabbas was the robber, extortioner,
children murdered in the city. യേശുവോ ദൈവത്തിന്റെ പുത്രനാകുന്നു. Lord Jesus was a son of God. ഇതാ നീതിപതി വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബറബാസിനെ വേണമോ യേശുവിനെ വേണമോ? Behold, the judge is asking the question, who is in need of, is it Jesus or Barabbas? ജനം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ വിട്ടുതരിക എന്ന്. In a collective tone, they say, come on, give us Barabbas. യേശുവിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, As it is asked, what must be done unto this Christ? അവനെ ക്രൂശിക്ക എന്നവർ ആർത്ത് വിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. Vociferously they shouted, crucify him. ആകയാൽ ലോകം എപ്പോഴും ബറബാസിന്റെ അഥവാ പാപത്തിന്റെ പിന്നാലെയാകും നമുക്ക് കാണുവാൻ സാധിക്കും. Thus we come to understand this world is running after sin or Barabbas always. ആകയാൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പ്രബോധിപ്പിക്കുന്നത്, All about people of God, the Spirit of God is importuning you. ലോകം പാപത്തിനും ബറബാസിനും വാതിലുകൾ, ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ, As you open the heart unto Barabbas or the sin of the world, നീ നഫ്താലിയെ പോലെ പാപത്തോട് പോരാടി ജയിക്കുന്നവനായി തീരണം. you must be waging the battle against the sin like Naphtali and conquer it. നഫ്താലി എത്രത്തോളമാകുന്നു പോരാടിയതെന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. What among clear terms it is mentioned, how far could Naphtali wage battle and conquer sin? നഫ്താലി ജീവനെ ത്യജിച്ച ജനമെന്നാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. What among us, Naphtali is the nation that abnegated lie. ജീവനെ ത്യജിച്ച് അവൻ പോർക്കളത്തിൽ പോരാടി എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. He shunned his own life and did the battle in the battlefield. എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to Hebrews chapter 12, the 4th verse, ഇവിടെ തിരുവെടുത്ത് നമ്മെ ഇതേ രീതിയിൽ പ്രബോധിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. Word of God exhorts of the same fashion. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിൽക്കുവാൻ പറഞ്ഞിരിക്കുന്നു. Therefore, in fight against the sin, ye have to even resist unto blood. പ്രാണനെ ത്യജിച്ച് യുദ്ധം ചെയ്ത നഫ്താലിയെ പോലെ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. Like Naphtali, who had to sacrifice his own life into the cause of sin, he had to resist against blood in striving against the sin. എന്നാൽ ഇത് ലോകത്തിൽ അനേക മനുഷ്യരും പാപത്തിന്റെ ഹൃദയത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുക്കുന്നു. Such to say in the present world, many people open their hearts unto sin. ബഹുഭൂരിപക്ഷം ജനങ്ങൾ പാപത്തിന്റെ ദാസന്മാരും അടിമകളുമായി ലോകത്തിൽ ജീവിക്കുന്ന ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. The lion fisher of the vast populace that is opening the heart unto sin and the enslaved to sin, the pitiable sight is sin everywhere. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്താണ് പാപം എന്ന് പറയുന്നത്? Naturally, you may ask the question, what is meant by this sin? പാപത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? How can we define this sin? ഒരൊറ്റ വാക്കിൽ പാപത്തെ കുറിച്ച് പറഞ്ഞാൽ, Simply speaking of this sin, സാർവലൗകികമായ ഒരു അശുദ്ധിയുടെ പ്രമാണമാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. sin is a universal law of evil things. വില്യം ബട്ടൺ പേപ്പ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. William Burton Pave, there was a geological scientist. താൻ പാപത്തെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. This is how he had up his opinion. മനുഷ്യന്റെ ദേഹി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. Sin is a process in which a human soul is going away from the presence of God. ആകയാൽ പാപം ചെയ്യുമ്പോൾ ഒരു മനുഷ്യദേഹി ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. Therefore, when a man commits a sin, his human soul is distancing away from the presence of God. ദൈവം സമ്മീനിയസ് പാപത്തെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. There is something is opines about a sin. ദൈവിക പ്രമാണത്തിന് വിരോധമായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. Thinking and walking against divine law amounts to committing sin. ജോൺ വെസ്ലി പാപത്തെ കുറിച്ച് പ്രകാരം പറഞ്ഞിരിക്കുന്നു. According to the definition of John Wesley, അറിയപ്പെട്ട പാപത്തിന് നേരെയുള്ള മനഃപൂർവ്വം, അറിയപ്പെട്ട പ്രമാണത്തിന് നേരെയുള്ള മനഃപൂർവ്വമായ ലംഘനമാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. it is a willful transgression of the law amounts to committing sin. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ When we go through the word of God, പാപത്തെ വിവിധ നാമങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. we come to understand this sin is portrayed in different names. എങ്കിലും അടിസ്ഥാനപരമായി പാപത്തെ സൂചിപ്പിക്കുവാൻ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. However, fundamentally, two words are used in order to highlight this sin. അതിലൊന്ന് അകൃത്യവും മറ്റൊന്ന് അതിക്രമവുമാകുന്നു. One is a transgression, the other one is iniquity. അകൃത്യവും അതിക്രമവും പാപമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. Word of God teaches iniquity and transgression are sin. എന്താണ് അകൃത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What is meant by iniquity? അകൃത്യം എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ശ്രേഷ്ഠതയുടെ അഭാവമാണ് അകൃത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. Iniquity means absence of excellence is iniquity. അകൃത്യം എന്ന് പറയുമ്പോൾ അത് ദുഷ്കർമ്മമാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. Transgression is an evil action. നിർദ്ദിഷ്ട വഴിവിട്ടുള്ള പോക്കിനെയും അകൃത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. Again, transgression process which you are deviating off the mark. ആകയാൽ ഒരു മനുഷ്യൻ അകൃത്യം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ When a man commits iniquity, അതൊരു ദൈവവൈതൽ പോകുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദിഷ്ട വഴിവിട്ടുള്ള പോക്കാണ് അവൻ അകൃത്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. that's an ordained path of a child of God. He is deviating
deviated therefrom or missing the mark. ഒരു മനുഷ്യൻ ദുഷ്കർമ്മിയായി ജീവിക്കുമ്പോൾ അവൻ അകൃത്യത്തിലാണ് ജീവിക്കുന്നത്. When a person becomes an evil doer, he is spending the days in iniquity. അകൃത്യം ശ്രേഷ്ഠതയുടെ അഭാവമാകുന്നു എന്ന് പറയുമ്പോൾ, As it mentions, it is an absence of excellency. മദ്യപിക്കുന്ന ഒരു മനുഷ്യന് ശ്രേഷ്ഠതയുണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. A drunkard cannot claim that he is excellent. ചൂത് കളിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന് പറയാൻ A സാധിക്കത്തില്ല. man plays bridge and he cannot claim that he is only. ദുർമടപ്പ് ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. What good is fornication? Cannot say that he is esteemed person. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അവൻ അകൃത്യത്തിൽ ജീവിക്കുന്നത്. Therefore, a man's presence, a man's essence, a man's esteem is cut off. He moves on fornication. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Come in Ezekiel chapter 7 verse 13. അകൃത്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്ന കാണുവാൻ സാധിക്കും. The word of God gives us a note of caution concerning this iniquity. അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുന്നില്ല എന്ന് വായിക്കുന്നു. Everyone that continues in trespasses cannot become strong. ആകെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിട്ട് കൊള്ളുവീൻ. Hello brothers and sisters, just mark this scripture in the conscience. നിർദ്ദിഷ്ട വഴിവിട്ടുള്ള പോക്കിൽ ജീവിക്കുന്ന ഒരുത്തനും ശക്തിപ്പെടുന്നില്ല എന്ന് തിരുവെടുത്ത് പറയുന്നു. Everyone journeys missing the mark cannot become strong according to the word of God. ദുഷ്കർമ്മത്തിൽ ജീവിക്കുന്നവൻ ശക്തിപ്പെടുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. As long as the person continues a sinful action, cannot become strong in the word of God. ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ശ്രേഷ്ഠത അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് ജീവിച്ചാൽ അവന്റെ ജീവിതം ഒരിക്കലും ശക്തിപ്പെടത്തില്ല തിരുവെടുത്ത് പറയുന്നു. The greatness a person is expected to attain in his life, absence of the same, he cannot become strong. ആകെ അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുത്തനും ശക്തിപ്പെടുന്നില്ല എന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. Whosoever leads a life by iniquity cannot become strong according to the word of God. യിരെമ്യാവ് 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Come to Jeremiah chapter 31 verse 30. ഓരോരുത്തർ തന്റെ അകൃത്യ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. Everyone did his own trespasses is committed to death. ആകെ അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്യന്തികമായ അനുഭവം അത് നിത്യമായ മരണമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. Therefore, the quintessential aspect of man who is leading a life iniquity is death only. പാപത്തിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിക്രമമാണെന്ന് കാണുവാൻ സാധിക്കും. There's another angle of sin which is called trespasses. അതിക്രമം എന്ന് പറയുമ്പോൾ അത് നിയമത്തിന്റെ ലംഘനമാകുന്നു. അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത് Transgression means the violation of the law. അത് അതിര് കടന്നുപോകുന്ന അവസ്ഥയാകുന്നു അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്. Crossing the limits is called transgression. ദൈവം എല്ലാത്തിനും ഒരു അതിര് നിയമിച്ചിട്ടുള്ളത് കാണുവാൻ സാധിക്കും. For everything, God has set a frontier. സമുദ്രത്തിന്റെ കാര്യത്തിന് നമുക്കൊന്ന് എടുക്കാം. When you observe the case of the sea, തിരുവെടുത്തിൽ സമുദ്രത്തിന് മണലിനെ അതിരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. it is written that God has upon his sands as a bond of the sea. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ നമുക്കുണ്ടായ അനുഭവം അതിര് സമുദ്രം ലംഘിച്ചതായി കാണുവാൻ സാധിക്കുന്നു. Recently, the experience that is noticeable is that sea has transgressed its own limit. ശാസ്ത്രലോകം അതിന് സുനാമി എന്റെ പേരിട്ടു. Scientific world named it tsunami. സമുദ്രം അതിന്റെ അതിര് ലംഘിച്ചപ്പോൾ അതിന്റെ അനന്തരഫലം എന്തായിരുന്നുവെന്ന് ലോകം കണ്ടതാകുന്നു. As the sea transgressed its own limit, the world witnessed what was its consequence. പ്രിയ മക്കളെ, ലോകത്തിൽ ജീവിക്കുന്ന സമസ്ത ജീവജാലങ്ങൾക്കും ദൈവം ഒരു അതിര് നിയമിച്ചിട്ടുണ്ട്. All of the people of God, every creature under the sun, God has set a limit. വനാന്തരത്തിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങൾക്ക് പോലും ഒരു അതിര് ദൈവം നിയമിച്ചിട്ടുണ്ട്. Wild beasts in the thick jungles, God has set a limit. നമ്മൾ ചിന്തിച്ചു നോക്കണം, ആന എത്ര വലിയൊരു ജീവിയാണ്. The elephant is a mammoth animal. പക്ഷെ ഒരിക്കലും ഒരു ചെറിയ മൃഗത്തെ പോലും അത് പിടിച്ചു തിന്നുന്നില്ല. But never that it predates even a minor thing. അതെന്തെങ്കിലും സസ്യാദികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന കാണുവാൻ സാധിക്കും. It is a herbivorous eating some herbs only. എന്താണ് അടിസ്ഥാനപരമായ അതിന്റെ കാരണം? What is the fundamental reason behind it? ദൈവം അങ്ങനെ ഒരു അതിര് അതിന് വെച്ചിരിക്കുകയാണ്. God has appointed a limit to the same. അതൊരിക്കലും അതിന്റെ അതിര് ലംഘിക്കുന്നില്ല. Never does it cross its limit. ലോകത്തിൽ അതിര് ലംഘിക്കുന്ന ഒരേ ഒരു ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാകുന്നു കാണുവാൻ സാധിക്കും. There is only one creature that is trespassing the limit. It's the last human being alone. ആകെ ലോകത്തിൽ ദൈവം മനുഷ്യന് ജീവിക്കുവാൻ ചില അതിരുകൾ നിയമിച്ചിട്ടുണ്ട്. Therefore, God has appointed set limits for man to maintain his life. ഏതെങ്കിലും ആദാമിന് ദൈവം ഒരു അതിരിട്ടിരുന്നു, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്ന്. In the Garden of Eden, God has set a limit to Adam, that is commissioned, that is sufficient. അവന് അതിൽ ലംഘിച്ചപ്പോൾ അതിക്രമത്തിന് അതിക്രമം അവന്റെ ജീവിതത്തിൽ കടക്കുവാനിടയായി തീർന്നു. As it transgressed the law on us, he was given to trespasses. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്ത് ജീവിക്കുവാൻ അനേക പ്രമാണങ്ങൾ ദൈവം
ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Beloved people of God, the Lord is ordained friend of laws for us to follow in the world. ആ പ്രമാണത്തിന്റെ അതിർത്തിക്ക് അകത്ത് ജീവിക്കുമ്പോഴാകുന്നു നമ്മൾ വിശുദ്ധരായി തീരുന്നത്. As long as we confine ourselves within the limits, we are saints and holy. എപ്പോഴെങ്കിലും ഈ അതിർത്തിയെ നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിക്രമമാണ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. No sooner do we transgress this particular limit than we are committing trespasses. ഹെബ്രായ ഭാഷയിൽ പാപത്തിന് ഹറ്റ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The Hebrew language fastened the word to me, the term used is hamata. ഗ്രീക്കിൽ അതിന് ഹമാഷ്യ എന്നൊരു വാക്കാണ് In ഉപയോഗിച്ചിരിക്കുന്നത്. Greek, hamasha is the term used for it. അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ മിസ്സിംഗ് ദ മാർക്ക് എന്നാകുന്നു കൊടുത്തിരിക്കുന്നത്. In English, the meaning is missing the mark, അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥ. deviating from the goal. പാപം എന്ന് പറയുമ്പോൾ അത് ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥയാകുന്നു. Sin is a process in which you are missing the mark. ലക്ഷ്യം തെറ്റിപ്പോകുക എന്ന് പറയുമ്പോൾ Missing the mark means, അത് വളരെ മനോഹരമായി മനസ്സിലാക്കുവാനുള്ള ഒരു വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. when we come to the book of Judges, we understand a clear-cut response. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ Book of Judges, chapter 20, verse 16. ഗിബയോന്യരായ വില്ലാളികളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. Concerning the archers of Gibeonites, it is mentioned there. ആ ഗിബയോന്യരായ വില്ലാളികളുടെ അവരുടെ ആ ശ്രേഷ്ഠത എന്ന് പറഞ്ഞിരിക്കുന്നത് The archers, their excellence is ഒരു രോമത്തിന് പോലും പിഴയ്ക്കാത്തവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. not even wrinkled up to your hair. ഒരു രോമത്തിന് പോലും പിഴയ്ക്കാത്തവർ. And in the end, not missing even up to an hair. ലക്ഷ്യം തെറ്റുക എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിക്കാണ്. I hope you understood the meaning of missing the mark. പുരാതന കാലത്ത് ഒളിമ്പിക്സില് During the primitive days in Olympics, അമ്പെയ്ത്ത് മത്സരം നടക്കുമ്പോൾ during archery, ഒരു നിശ്ചിത സ്ഥാനത്ത് നിന്ന് ഒരു പോയിന്റിലേക്ക് അമ്പ് ഇത് വിടുന്ന മത്സരമുണ്ട്. for a particular circle to target, the arrow was launched. അതൊരു കൃത്യമായ പോയിന്റ് ചെന്ന് അമ്പ് കൊള്ളണമെന്നാണ് അതിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. The order is that this arrow should touch that particular mark. ആ പോയിന്റിന് പുറത്ത് ചെന്ന് അമ്പ് പതിക്കുമ്പോൾ As it goes up to the mark, ആ മത്സരം നിയന്ത്രിക്കുന്ന റഫറി അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, ഹമാഷ്യ എന്ന് വിളിച്ചു പറയും. the referee who controls monitors will cry aloud, Hamashia. എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? What's the meaning of the term? ഓ, ലക്ഷ്യം തെറ്റിപ്പോയി എന്നാണ് അതിന്റെ അർത്ഥം. That missed the mark. അങ്ങനെ പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥയാകുന്നു കാണുവാൻ സാധിക്കും. Sin is a state in which you are missing the mark. സദൃശവാക്യം 8-36 വാക്യത്തിലേക്ക് വരുമ്പോൾ Proverbs chapter 8 verse 36. ദൈവത്തിന്റെ വചനം നമ്മെ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്ന കാണുവാൻ സാധിക്കും. The word of God exhorts us in this fashion. എന്നോട് പിഴയ്ക്കുന്നവൻ തനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുകയാണ് ചെയ്യുന്നത്. He that misses me makes an attempt to hurt his own life. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. All about people of God, we come to understand Christian life is a mark under a particular point. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, Therefore, in the verse of Saint Paul, ഓ ഞാൻ പിൻപിലുള്ളതിനെ മറന്നു, I forget what is behind, മുന്നിലെ ഉള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് aim what is before, പരമവിളിയുടെ വിരുദിനായി for the high praise, the high calling. എന്റെ ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കും. I'm pressing toward the mark. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. That's called Christian life. ആ ലാക്ക് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ പാപത്തിൽ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. When the person misses the mark, avoids the goal, he's trapped into sin. ക്രിസ്തീയ ജീവിതത്തിന്റെ വഴി തെറ്റിപ്പോകുമ്പോൾ അവൻ പാപത്തിൽ അകപ്പെട്ടു പോകുന്നു. As a person misses the passage, he loses his mark and engages in sin. ലക്ഷ്യം തെറ്റിപ്പോകുമ്പോൾ അവൻ പാപത്തിൽ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. Once the goal is reached, he is stranded into sin. ആദിമ നൂറ്റാണ്ടിൽ തന്നെ ലക്ഷ്യം നഷ്ടപ്പെട്ട് യാത്ര ചെയ്ത അനേകരെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. In the first century, we come across many people who lost the goal, deviated off track. അലക്സാണ്ടറിനെ ഹുമനിയോസിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് എടുത്തു ധരിക്കുന്നുണ്ട്. Saint Paul highlights the case of Alexander and Hymenaeus. ഓ, അവിടെ വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. The ship of the faith wrecked. എന്താണ് അവിടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം? What is the way that faith ship wrecked? 107-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Psalm 1:7 verse 30. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ ദൈവം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Touching the history of Israel, the Lord said അവരാശിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. the Lord brought them under the desired hope of heaven. പ്രിയ ദൈവമക്കളെ, ആശിച്ച തുറമുഖത്ത് എത്തിച്ചേരുന്ന ഒരു അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. Beloved people of God, there's an experience in Christian life. We reach the desired heaven. ആ ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഈ ഹുമനിയോസിനും അലക്സാണ്ടറിനും സംഭവിച്ചത്. Alexander and Hymenaeus came across experience in which they missed the mark. ആകയാൽ പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിയുള്ള ജീവിതമാണെന്ന് കാണുവാൻ സാധിക്കും. Therefore, sin is a life you are missing the mark. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, Beloved people of God, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏത് നിലവാരത്തിലായിരിക്കുന്നുവെന്ന്
ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കിയാട്ടെ. Through the word of God, let's examine ourselves as to what's the state of our Christian life today. ലക്ഷ്യം തെറ്റാതെ ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? Are we able to press toward the mark without missing the target? ദൈവം നമുക്ക് അതിർത്തി ലംഘിക്കാതെ ജീവിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? Are we able to continue the track without trespassing? നമ്മുടെ ശ്രേഷ്ഠതയ്ക്ക് ഭംഗം വരാൻ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? Are we able to preserve our life without bringing any harm to our greatness? പാപത്തിന് മറ്റൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് Sin has got another interpretation. അത് കമ്മീഷൻ ഓർ ഒമിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. Commission or omission. പാപം എന്ന് പറയുന്നത് കമ്മീഷൻ ഓർ ഒമിഷൻ. Sin means commission or omission. എന്താണ് പറഞ്ഞിരിക്കുന്ന അർത്ഥം? What's the meaning of commission and omission? ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതുമാണ് പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. What should not be done, done, commission. What should be done, undone, omission. പാപത്തിൽ അങ്ങനെയും ഒരു നിർവചനം കാണുവാൻ സാധിക്കുന്നുണ്ട്. The word of God gives such a definition to sin as well. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് പാപമാകും. What is banned is done is sin. ഉൽപ്പത്തി മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ From the book of Genesis as we go through, ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യരുതെന്ന് ദൈവം വ്യക്തമായി പ്രമാണം ജനത്തിന് കൊടുക്കണം. in categorical terms, God gave the law to man, do this, you must not do this. അത് നിഷ്പാപയുഗത്തിൽ ആദാമിന് കൊടുത്തു. In the period of innocence, it was given to Adam. മനസാക്ഷികത്തിലേക്ക് വന്നപ്പോൾ അത് കയ്യിന് കൊടുത്തു. Coming dispensation of conscience given to Cain. പിന്നീട് ഓരോ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ Coming to every dispensation thereafter. ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ വ്യക്തിപരമായി ഇടപെട്ടത് കാണുവാൻ സാധിക്കും. Personally, God was dealing with their forefathers. മോശയോട് പർവ്വതത്തിൽ വെച്ച് ദൈവം അരുളി ചെയ്തു. God spoke to Moses on the mountain. നിങ്ങൾക്ക് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്തുകൂടാ. You can do this, you must not do this. പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, ചെയ്യരുതെന്ന് തിരുവെടുത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ പാപമായി തീരും. if you do the things which are tabooed by the word of God, that's a commission amounting to sin. അപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അതും പാപമായി തീരുമെന്ന് തിരുവെടുത്ത് പറയും. Meanwhile, if there is dereliction on your party, keeping abeyance, that's also sin in the sight of God. ശമൂവേൽ പ്രവാചകന്റെ വാക്കിലൂടെ അതിനെ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. Through the words of Samuel the prophets, we can have a comprehensive view. എന്താണ് ശമൂവേൽ പ്രവാചകൻ പറയുന്നത്? What does the prophet Samuel say? ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടയാകരുതേ എന്ന് പറയുന്നു. As I keep off praying for you, I must not commit sin against God. പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടയാകരുതേ. As I keep off praying to God, I commit sin against God. ക്രിസ്തീയതയിൽ നമുക്കൊക്കെ പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണ്. This is an error that takes place in the Christian world to all of us. പലപ്പോഴും നമ്മളോട് പലരും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. Time and again people request a prayer. ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഞാൻ കൊട്ടാരക്കരയിലെ വാപ്പാലയിലെ സുവിശേഷ യോഗത്തിന് കടന്നുപോയി. Last week I visited Wapala in connection with the gospel meeting. ഏതാണ്ട് 3 വർഷത്തോളം ഞാൻ അവിടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത സ്ഥലമാണ്. Around 3 years I was doing ministry in the locality. ധാരാളം ജനം കടന്നു വന്ന് എന്നോട് പല വിഷയങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെട്ടു. Plenty of people approached me and put forward a prayer request. പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയുന്നതിനെ കൊണ്ട് പറ്റത്തില്ലല്ലോ. And I cannot say I will not pray for you. ഞാൻ എല്ലാവരോടും പ്രാർത്ഥിച്ചോളാം. I told them that I'd pray for you all. പക്ഷെ ഞാൻ തിരിച്ചു വാഹനത്തിൽ എറണാകുളത്തേക്ക് പോകുമ്പോൾ I was on my way back to Ernakulam in my vehicle. ഞാൻ വാഹനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. I plunged into thoughts. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? You know what must be prayed for? ഒരിക്കലും എനിക്ക് ഓർമ്മയിലെടുക്കാൻ സാധിക്കുന്നില്ല. I cannot recall anything. നൂറുകണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. Hundreds of requests put forward. എല്ലാരോടും പ്രാർത്ഥിക്കാമെന്ന് വാക്ക് കൊടുത്തു. I said affirmatively. പക്ഷെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഒരിക്കലും എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. I couldn't recall what were the prayer requests. ഞാൻ ദൈവത്തിൽ വന്ന് എന്റെ അജ്ഞത ഓർത്ത് ദൈവത്തോട് ക്ഷമ ചോദിച്ചു. After reaching the presence of God, I apologize. Remember my ignorance. വിശ്വാസമുള്ള പ്രാർത്ഥന ഈ വിഷയം ഞാൻ എടുത്തിട്ടു. At the time praying the faith home, I just touched this subject. പല ദൈവമക്കൾ പല ഭാരങ്ങൾ പ്രാർത്ഥിക്കാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. Many people have got requests me to pray for many things. പക്ഷെ ഞാനതെല്ലാം മറന്നുപോയി. Alas, I have forgotten everything. പക്ഷെ ദൈവം അവിടെ ഹൃദയങ്ങളെ അറിയുന്നു. God knows their heart. അതുകൊണ്ട് അവിടെ വിഷയങ്ങൾക്ക് വിടുതൽ കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. We pray to command deliverance to their prayer needs. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടില്ലേ? Beloved people have haven't they gone away from the process of doing things which ought to be done? ശമൂവേൽ പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ ദൈവത്തോട് പാപം ചെയ്യുക. Prophet Samuel says that I commit sin against God by abstaining from praying for you. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാകുന്നെന്ന് കാണുവാൻ സാധിക്കണം. What ought not to be done, if you know that is commission, what should be done, you do not know, that's omission. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Epistle to James, chapter 1 verse 15. അവിടെ യാക്കോബ് അപ്പോസ്തലൻ
അപ്പോസ്തലൻ പാപത്തെ മറ്റു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. Apostle James gives another interpretation to this sin. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് Lust വായിക്കുന്നു. has conceived, it begets a sin. അതിൽ മോഹത്തിൽ നിന്നാണ് പാപം ഉരുവാകുന്നത് എന്ന് യാക്കോബ് പറയുക. Apostle James says that it is from lust sin is born. ഈ ചിന്താഗതിക്ക് ഭാരതീയ സംസ്കാരവുമായിട്ട് കുറെ ബന്ധമുള്ളതായി കാണുവാൻ സാധിക്കും. I suppose there's a fellowship, intimacy with the Indian culture to this thought. ബുദ്ധമതത്തിന്റെ സ്ഥാപകനാണല്ലോ ശ്രീബുദ്ധൻ. Sri Buddha is the founder of Buddhism. ശ്രീബുദ്ധന്റെ അഷ്ടാംഗ മാർഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. We know about that the spiritual enlightenment of Buddha. അഷ്ടാംഗ മാർഗങ്ങളിൽ ഒന്നാമത്തെ പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് Of which the first law is ആശയാണ് സകല ദുഃഖത്തിനും കാരണം. desire is the cause root of all evils. ആശയെ നശിപ്പിച്ചാൽ ദുഃഖത്തെ നശിപ്പിക്കുവാൻ സാധിക്കും. If he annihilate desire, he can annihilate cause. ഇതേ വിഷയം തന്നെയാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. Apostle James repeats the same thing. മോഹമാണ് പാപത്തിന് കാരണമായി തീരുന്നത്. Lust is a root cause of sin. ഏതെനിലും അത് തന്നെയാണ് സംഭവിച്ചത്. In the Garden of Eden, the same thing resulted. അവർ കണ്ടു, They saw, അവർ മോഹിച്ചു, lusted, അത് പറിച്ചിട്ടുണ്ട്. flux. ആഖാനും അത് തന്നെ സംഭവിച്ചു. And the hope that took place to Achan. അവൻ കണ്ടു, He saw, മോഹിച്ചു, lusted, അത് ഒളിച്ചു വെച്ചു. he hid. പ്രിയാടിയ മക്കളെ, Wherever people of God, ഇന്ന് മനുഷ്യന്റെ കണ്ണുകളെ മോഹിപ്പിക്കുവാൻ സാത്താൻ എന്തെല്ലാം തന്ത്രങ്ങളാണ് ചെയ്യുന്നത്. the devil is making many subtleties in order to entice the human conscience. റോഡിലൂടെ നടന്നു പോകുമ്പോൾ As they passing through the way, തുണിക്കടയുടെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. before the textiles, the clothes are hung. ഏറ്റവും പുതിയ ചുരിദാർ, The new churidar, ഏറ്റവും പുതിയ ജീൻസ്, the latest jeans. ഒട്ടും ഇറക്കമില്ലാത്ത ജീൻസ്, It is not the old one. ഏറ്റവും പുതിയ രീതിയിലുള്ളതായ മോഡലുള്ള വസ്ത്രങ്ങൾ. It is the most modern garment. അറിയാതെ അങ്ങോട്ട് കണ്ണും മുടക്കി പോവുകയാണ് ചെയ്യുന്നത്. And unwittingly, eyes are turned to that direction. പിന്നെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഉറക്കം വരുന്നത്. After going home, now sleepless. എങ്ങനെയെങ്കിലും അതിന് ഭാഗി. Somehow or other, I must bite. മോഹം ഗർഭം ധരിക്കുകയാണ്. Lust conceives. പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, ദൈവത്തിന്റെ വചനത്തിൽ പിശാച് മനുഷ്യനിൽ കൊണ്ടുവരുന്ന അനേക മോഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. what God speaks about different branches of life, the devil is injecting in the human conscience. അതിലൊന്നാണ് യൗവന മോഹം എന്ന് How പറഞ്ഞിരിക്കുന്നത്. which one is the youthful lust? യൗവനം അനവധി മോഹങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ഒരു പ്രായമാണ്. Youthhood is a period crammed with different kinds of lust. ഈ മോഹങ്ങൾ കടിമപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി പാപത്തിൽ അകപ്പെടുവാനിടയായി. A person is entered to this lust is a victim to sin. ആകയാൽ യൗവന മോഹങ്ങളെ ഒരു യൗവനക്കാരൻ ജയിക്കണമെന്ന് നമ്മളെ തിരുവെടുത്ത് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. The word of God advises young man should just overcome the deceitful lust. രണ്ടാമത് തിരുവെടുത്ത് ശരീരമോഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Secondly, the word of God speaks about the physical lust. മറ്റ് തിരുവെടുത്ത് പ്രപഞ്ചമോഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. The word of God speaks about the lust of the world. വീണ്ടും തിരുവെടുത്ത് ഭക്തികെട്ട മോഹങ്ങളെ കുറിച്ച് The പറഞ്ഞിരിക്കുന്നു. word of God speaks about the ungodly lust. തിരുവെടുത്ത് കൺമോഹത്തെ കുറിച്ചും The പറഞ്ഞിരിക്കുന്നു. word of God speaks about the lust of the eyes. തിരുവെടുത്ത് വിഷയമോഹങ്ങളെ കുറിച്ച് The പറഞ്ഞിരിക്കുന്നു. word of God speaks of lust of the desire. ഇങ്ങനെ പലവിധമായ മോഹങ്ങൾ പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ കൊണ്ടുവരും. Thus the devil is bringing the human heart different branches of lust. ഈ മോഹം ഹൃദയത്തിനുള്ളിൽ കാലങ്ങൾ കൊണ്ട് ഗർഭം ധരിക്കും. So this because of desire is conceived in heart. അത് പാപത്തെ പ്രസവിക്കും. That begets sin. പാപം മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകും. Sin is driving man unto death. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Brothers and sisters, listening to me. ഈ നിലവാരത്തിൽ 2, 3, 4 വാക്കുകൊണ്ട് ഒതുക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു വിഷയമല്ല പാപം എന്ന് പറഞ്ഞിരിക്കുന്നത്. Sin is a subject that cannot be completed by giving 2 or 3 definitions. തിരുവെഴുത്തിൽ പാപത്തിന്റെ അനേക രൂപങ്ങളെ കുറിച്ച് വിവിധ നിലവാരത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. In the word of God, different kinds of portrayals are given concerning the different dimensions of sin. ഉൽപ്പത്തി പുസ്തകം 39 വാക്യത്തിലേക്ക് വരുമ്പോൾ Book of Genesis, chapter 39, verse 9. ജോസഫ് വ്യഭിചാരത്തെ മഹാദോഷം എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. Joseph portrays this adultery to a hardcore sin. ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എന്തിന്? Why should I commit sin against God by doing this great evil? ആകയാൽ ഒരു വ്യക്തി വ്യഭിചാര ദോഷത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ അവൻ മഹാദോഷമാണ് പ്രവർത്തിക്കുന്നത്. When a person commits a sin of adultery, he is committing the heinous sin against God. അവൻ മഹാദോഷം പ്രവർത്തിക്കുന്നു മാത്രമല്ല, അവൻ മനുഷ്യരോടല്ല പാപം ചെയ്യുന്നത്, ദൈവത്തോട് പാപം ചെയ്യുക. Not only is he doing that heinous sin, he is committing sin against God too. ഉൽപ്പത്തി 32 വാക്യത്തിലേക്ക് വരുമ്പോൾ Genesis 32, verse 30. രൂപമടക്കം അതിന് വിഗ്രഹാരാധന മഹാപാതകമെന്നാ പറഞ്ഞിരിക്കുന്നത്. It is said that idolatry, the importance that image, that is also sin. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ രൂപമടക്കം സർവ്വസാധാരണമായിരിക്കുക In ചെയ്യുന്നത്. this world, people just worship before
beautiful deities, that has become a common phenomenon. വിശുദ്ധന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ വണങ്ങുകയാണ് ചെയ്യുന്നത്. Making the image of saints and worshipping the saints. തിരുവെടുത്തതിനെ മഹാപാതകം എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. What God says, that is a great disaster. ലേവ്യ പുസ്തകം 22 അധ്യായത്തിന്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ Leviticus chapter 22 verse number 9. ദൈവിക പ്രമാണങ്ങളെ നിസ്സാരമാക്കിയാൽ അത് പാപമാണ്, അതിനാൽ അവൻ മരിക്കും എന്ന് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. Trivializing the law of God, that amounts to sin, whereby he will be condemned to be killed. ദൈവത്തിന്റെ വചനത്തിൽ ചെറുതും വലുതുമായ അനേക പ്രമാണങ്ങളെ കാണുവാൻ സാധിക്കും. In the word of God we come across major and may not plunder roses of God. ന്യായപ്രമാണത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണം അഗ്നിയാൽ എഴുതപ്പെട്ടതാണ്. In the law given to Moses by God is written by fire. യേശുക്രിസ്തു മുഖാന്തരം ദൈവസഭയ്ക്ക് നൽകിയ പ്രമാണം രക്തം കൊണ്ട് എഴുതപ്പെട്ടതാണ്. The law given to the church through Lord Jesus Christ is written by the blood. ആകയാൽ ഈ പ്രമാണങ്ങളെ നിസ്സാരമാക്കിയാൽ അത് പാപമാണ്. If you trivialize these laws, that amounts to sin. ദൈവത്തിന്റെ വചനത്തിൽ ചെറുതും വലുതുമായ അനേക പ്രമാണങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. The word of God has given plenty of minor and major laws. ഈ പ്രമാണങ്ങളെ നിസ്സാരമാക്കിയാൽ അതിനാൽ പാപവും മരണവും മനുഷ്യ ജീവിതത്തിൽ കടന്നു വരും. If you amplify these laws, whereby sin and the consequences death. സദൃശവാക്യം 21 4 വാക്യത്തിലേക്ക് വരുമ്പോൾ Proverbs chapter 20 verse number 4. അവിടെ പാപത്തിന്റെ മറ്റൊരു രൂപം കാണുവാൻ സാധിക്കുന്നു. We come across another portrait of sin. അവിടെ 3 വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. We come across 3 things there. ഒന്ന് ഗർവമുള്ള കണ്ണ്, First is haughty look. 2 അഹങ്കാരമുള്ള ഹൃദയം, Second, pride heart. ദുഷ്ടന്മാരുടെ ദീപവും പാപം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. Others lamp of the wicked, that's also sin. ഗർവമുള്ള കണ്ണും അഹങ്കാരമുള്ള ഹൃദയവും, A lofty look and a proud heart. അതാണ് നിഗളം എന്ന് That's പറഞ്ഞിരിക്കുന്നത്. called arrogance. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ When we examine the word of God, ആദ്യമായി ഉടലെടുത്ത പാപം നിഗളമാണെന്ന് കാണുവാൻ സാധിക്കും. we notice for the first time sin is boastfulness. ദൂതന്മാരിലാണ് പാപം ഉടലെടുക്കുവാനിടയായി The തീർന്നത്. sin started culminating in angels. അവന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ നിമിത്തം അവൻ നിഗളിക്കുകയാണ് ചെയ്യുന്നത്. Because of the glory of his beauty, he became lofty minded. അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അവന്റെ അന്തർഭാഗം നിഗളിക്കുകയാണ് ചെയ്യുന്നത്. Because of much of his excellence within, he was lofty minded. ഇപ്പോൾ അവൻ എന്താണ് പറയുന്നത്? What is he saying? ഞാൻ സ്വർഗത്തിൽ കയറും, I will ascend to heaven. ഞാൻ അത്യുന്നതനോട് സമനായി തീരും. I'll be equal to the Most High. പ്രിയ ദൈവമക്കളെ, Beloved people of God, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിച്ചാൽ when we go through the word of God, ദൈവം ക്ഷമിക്കത്തില്ലെന്ന് ആണിട്ട് പറയുന്ന 2 ഭാവങ്ങളുണ്ട്. the 2 passages God swears, telling he will not forgive. ഒരു കാലത്തും ക്ഷമിക്കാത്ത പാപം, Never, some sins will be forgiven. അതിലേറ്റവും വലുത് നിഗളമാണെന്ന് കാണുവാൻ സാധിക്കും. That's when it is haughty spirit. ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. God loves a sinner. പാപിയെ തേടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. Jesus came to the world in search of the sinner. പക്ഷെ നിഗളിയെ കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? Concern the proud, what's mentioned in the word of God. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. God resists the proud. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. God resists the proud. ദൈവം ഒരു പാപിയോട് എതിർത്ത് നിൽക്കുന്നെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. Never is it in the word of God. God resists against a sinner. നോക്കുക, ദൂതന്മാർ പാപം ചെയ്തു, Angels commit a sin. മനുഷ്യനും പാപം ചെയ്തു. Man too commits a sin. ദൂതന്മാരുടെ പാപം എന്തായിരുന്നു? What was the sin of the angels? നിഗളം. It was pride. മനുഷ്യന്റെ പാപം എന്തായിരുന്നു? What was in the man? അനുസരണക്കേട്. Disobedience. എന്താണ് ദൈവം ചെയ്ത പ്രവൃത്തി? What is what God did? നിഗളികളായ ദൂതന്മാരെ ന്യായവിധിക്ക് വേണ്ടി അന്ധകാരത്തിന്റെ കീഴിൽ The സൂക്ഷിച്ചു. proud angels were kept in darkness for everlasting judgment. എന്നാൽ മനുഷ്യന്റെ അനുസരണക്കേടിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. Did not bring forth the remedy to the disobedience of man. God sent his only begotten Son to the world. എന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? What's it that we comprehend through this fact? ഗർവമുള്ള കണ്ണും അഹങ്കാരമുള്ള ഹൃദയം. Haughty look and a proud heart. നമ്മൾ പലപ്പോഴും നമുക്ക് നിഗളമില്ലെന്ന് പറയും. Traveling we say, there's no pride in me. നിങ്ങളുടെ ഹൃദയത്തിൽ നിഗളത്തിന്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? How can you understand at least an iota of pride in your heart? നിനക്ക് നിന്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. If you're not able to forbear your brother, ഒരു വ്യക്തിയോട്, വിശ്വാസിയോട് ക്ഷമ ചോദിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, if you're not able to apologize to your fellow brethren, നിന്റെ ഭർത്താവിനോട് നിരക്കുവാൻ if കഴിയുന്നില്ലെങ്കിൽ, you're not able to reconcile with your husband, ഭാര്യയോട് നിരക്കുവാൻ if കഴിയുന്നില്ലെങ്കിൽ, you're not able to compromise with your wife, മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, if you're not able to ask pardon to the parents, സഭാവിശ്വാസിയോട് നിരന്നു പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ, if you're not able to get reconciled with the members of the church, 100 ന്യായങ്ങൾ നിരത്തി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കും. you better escape by giving hundreds of excuses. അടിസ്ഥാനപരമായി എന്താണ് അവിടുത്തെ പ്രശ്നം?
പ്രശ്നം? Fundamentally, what is the problem there? നിനക്ക് ക്ഷമ ചോദിക്കാൻ കഴിയാത്തത് നിന്റെ ഹൃദയത്തിലെ നിഗളം കൊണ്ടാണ്. You are not able to apologize because of the lofty-mindedness. നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്തത് ഹൃദയത്തിലെ നിഗളം കൊണ്ടാണ്. You are not able to get reconciled because of the pride in the heart. ഗർവമുള്ള കണ്ണും അഹങ്കാരമുള്ള ഹൃദയവും പാപമാണ്. The lofty look and the pride heart, that is the same. ദുഷ്ടന്മാരുടെ ദീപവും പാപമാണെന്ന് പറഞ്ഞിരിക്കുന്നു. The light of the wicked is also the same. എന്താണ് ദുഷ്ടന്മാരുടെ ദീപം എന്ന് പറയുന്നത്? What is the light of the wicked? സങ്കീർത്തനത്തിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. The book of Psalms, in a particular context, it is mentioned. അവരുടെ പ്രാർത്ഥന കൂടെ പാപമായി തീരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. Let their prayer be same. പ്രാർത്ഥന ദീപമാണല്ലോ. Their prayer is a lamp. പ്രാർത്ഥന കൂടെ പാപമായി തീരുന്ന ഒരു അവസ്ഥയുണ്ട്. That's an experience, state in which this prayer becomes a sin. ദുഷ്ടനായി ജീവിച്ചാൽ നിന്റെ പ്രാർത്ഥന കൂടെ പാപമായി തീരും. If you accomplish a sinful life, your prayer shall become sinful. നിന്റെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണിയായി തീരും. All righteous works shall be waxed garment. ദുഷ്ടന്മാരുടെ ദീപം പാപമാണെന്ന് തിരുവെടുത്ത് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. God of God proclaims it is the prayer of the wicked is sinful. ജീവിതത്തിൽ ശുദ്ധീകരണം വരുത്താതെ, without having sanctification of life, പാപമോചനം നേടാതെ, without forgiveness of sin, ക്രമീകരണം വരുത്താതെ, to make a reconciliation, നീതി പ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ, if you do righteous works, പ്രാർത്ഥിച്ചതുകൊണ്ടോ, if you keep on praying, ആ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുന്നു. their prayer is not attested by heaven. ദുഷ്ടന്മാരുടെ ദീപം പാപം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. The lights of the wicked is sinful. റോമാലേഖനം 14:23 വരുമ്പോൾ Romans chapter 13 verse 23, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. that does not come out of faith is a sin. തീത്തോസിന്റെ 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ Epistle Titus chapter 3 അതിന്റെ 10-11 വാക്യങ്ങളിൽ verses 10-11, നമ്മൾ നിസ്സാരമായി കരുതുന്ന ഒരു കാര്യത്തെ പാവമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. suppose to discount anything unimportant, that's highlighted the sin. സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നത്, Division in the church, സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് പാവമാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. causing division in the church, that amounts to sin. ഒരു വ്യക്തി സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നെങ്കിൽ If a person creates division in the church, അടിസ്ഥാനപരമായി അതിന്റെ കാരണം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. what is the basic reason behind it? അവൻ വക്രബുദ്ധിയായി പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. He is froward-hearted, he is committing sin. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ ഭിന്നത ഉണ്ടാക്കിയാൽ അത് പാവമായിരിക്കും. Beloved people of God, if you create division in the church, that amounts to sin. എവിടെ നിന്നാണ് സഭയിൽ ഭിന്നത കടന്നു വരുന്നത്? For where this strife comes into the church, അത് ഒരൊറ്റ വ്യക്തിയിൽ നിന്നായിരിക്കും കടന്നു വരുന്നത്. perhaps from a single individual. അതിന് അനന്തരഫലം എന്തായിരിക്കും? What shall be the outcome? അനേകരെല്ലാം മല്ലപ്പെടുവാനിടയായി. Many would be corrupted with the same. ആരായിരിക്കും ഒരൊറ്റ വ്യക്തി എന്നറിയാമോ? Who is that single person? ദൈവകൃപ വിട്ടുപോയൊരു വ്യക്തി. A person who has fallen away from the grace of God. ഒരു വ്യക്തിയിൽ ദൈവകൃപ വിട്ടുപോകുമ്പോഴാണ് അവന് കൈപ്പുള്ള വേര് മുളയ്ക്കുന്നത്. When a person falls from the grace of God, bitter root sprouts up in him. അവൻ സഭയിൽ ഭിന്നത വരുത്തും. He creates strife in the church. അവൻ വക്രബുദ്ധിയായി പാപം ചെയ്യുവാൻ ഇടയായി. He becomes froward-hearted, he commits the sin. പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉപമകൾ പഠിച്ചാൽ, when we go through the parables of Jesus Christ, അവന്റെ ഉപമകളിൽ പാപത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. parables portray the multifaceted aspects of sin. കപടഭക്തി പാപമാണെന്ന് അവൻ ഉപമയിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. Hypocrisy is a sin. The parable speaks about it. ദ്രവ്യാഗ്രഹം പാപമാണെന്ന് യേശുക്രിസ്തു അവൻ തെളിയിച്ചിട്ടുണ്ട്. Lord Jesus Christ proud covetousness is a sin. ദൈവദൂഷണം പാപമാണെന്ന് തിരുവെടുത്ത് നമ്മൾ കാണുന്നു. Word of God says blasphemy is a sin. സഹോദരൻ ഇടർച്ച ഉണ്ടാക്കുന്നത് പാപമാണെന്ന് തിരുവെടുത്തിൽ കാണുവാൻ സാധിക്കുന്നു. Creating offense of brethren is a sin. ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, When a person is enslaved to sin, അവന്റെ മനസ്സും ഹൃദയവും ആത്മാവും മാത്രമല്ല, not only mind, heart and soul, അവന്റെ ശരീരവും കൂടെ പാപത്തിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. even the body is victimized to sin. എത്രയോ പാപങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. We discuss plenty of sins. ഇതിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. All these things need not find place in our life. ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. Or is one of them might find place in our life. ആ പാപം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും മാത്രമല്ല, ശരീരത്തെയും കൂടെ അടിമപ്പെടുത്തി കളയാണ് ചെയ്യുന്നത്. That is enslaving not only the soul, heart and mind, that is enslaving the body as well. പാപം ശരീരത്തെ എങ്ങനെയാണ് അടിമപ്പെടുത്തുന്നത്? How does sin enslave the body? റോമാലേഖനം 6-19 വാക്യത്തിലേക്ക് വരുമ്പോൾ, Epistle Romans chapter 6 verse number 19. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നു. It means as you are committed, submitted body under the purpose of sin. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ A person continues a sinful life. അവന്റെ ശരീരത്തിന്റെ
അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളായി സമർപ്പിക്കുകയാണ്. The members of the body are committed to sin and uncleanness. അവന്റെ കണ്ണിനെ അവൻ അശുദ്ധിക്ക് ഏൽപ്പിക്കുന്നു. He commits his eyes to uncleanness. അവന്റെ കാലുകളെ അധർമ്മത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. He gives his ears to iniquity. അവന്റെ കൈകളെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. He gives a hand to pollution. അവന്റെ നാവിനെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. He gives a tongue to defilement. അവന്റെ ചെവിയെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. He gives his ears to uncleanness. അവന്റെ ഹൃദയത്തെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു He gives കൊടുക്കുന്നു. his heart to filthiness. അങ്ങനെ മനുഷ്യൻ പാപത്തിനടിമയെ തീരുമ്പോൾ Therefore, once man becomes a sinner, അവന്റെ ശരീരവും കൂടെ അധർമ്മത്തിന് അശുദ്ധിക്ക് അടിമയെ തീരുകയാണ് ചെയ്യുന്നത്. his sinful body becomes victimized to sin and iniquity. അതവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. Not willingly he commits. ഒരു വ്യക്തി പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ When a person is sensitive to sin, റോമലേഖനം 7:23 വാക്യത്തിലേക്ക് വരുമ്പോൾ Romans chapter 7 verse 23, വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്. in the verse of Saint Paul, എന്റെ അവയവങ്ങളിൽ in my members, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പാപപ്രമാണം എന്നെ ബദ്ധനാക്കി കളയുന്നത് പറയുന്നു. there's a law of sin that is fighting against my members. That is a law of sin. എന്റെ അവയവങ്ങളിൽ ഒരു പാപപ്രമാണം എന്നെ ബദ്ധനാക്കി കളയുകയാണ് ചെയ്യുന്നത്. There's a law captivating my body. ഒരു ബുദ്ധിയുടെ പ്രമാണം എന്നിലുണ്ട്. I got a law of the brain. പക്ഷെ ഒരു പാപപ്രമാണം എന്നെ പിടിച്ച് അടിമയാക്കി കളയുകയാണ് ചെയ്യുന്നത്. But a sinful law captivates and enslaves me. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? What is the consequence? നല്ലവനാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I have the desire to be good. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I have the desire to do good. പക്ഷെ ഇച്ഛിക്കാതെ തിന്മ ചെയ്തു പോകുന്നു. Alas, I do undesirable evil. ഇന്ന് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ ഇതാകുന്നു. That's the real state of man who is clinging on to sinful life today. മദ്യപാനി ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്ക്. You ask a drunkard. അവൻ പറയും എനിക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമില്ല. He may have the desire to drink. എനിക്ക് മദ്യപാനം വിടണമെന്ന് ആഗ്രഹമുണ്ട്. He wants to keep off drinking. പക്ഷെ സാധിക്കുന്നില്ല. Alas, he is not able to do. പുകവലിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചു നോക്കിയാട്ടെ. You ask a man who is smoking. എനിക്കിത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. I have the desire to give it up. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. Alas, it is impragmatic me. മോഷ്ടിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു നോക്കിയാട്ടെ. You ask a thief. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാലും അടുത്ത സ്ഥലത്ത് പോയി മോഷ്ടിച്ചിരിക്കും. When he comes to the prison, he goes to the next venue and steals the things. ഇനി മോഷ്ടിക്കണ്ട എന്നവൻ ആഗ്രഹമുണ്ട്. He has a desire not to steal again. പക്ഷെ അവന്റെ അവയവങ്ങളുടെ പാപപ്രമാണം അവനെ കീഴടക്കി കളയുകയാണ് ചെയ്യുന്നത്. There's a law of sin in the body that is conquering him again. ഒടുവിൽ ഈ പാപപ്രമാണം അവനെ മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. Finally, this law it is bring him unto death. അതാണ് റോമലേഖനം 6:16 നമ്മൾ വായിക്കുന്നത്. Romans chapter 6 verse 16. അവൻ തിന്മ പ്രവർത്തിച്ചിട്ട് He commits evil. മരണത്തിനായി പാപത്തിന്റെ ദാസന്മാരായി തീരുകയാണ് ചെയ്യുന്നത്. He becomes a servant of sin unto death. ഞാനൊരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. I would like to share an experience with you. ഞാൻ കൊട്ടാരക്കര സെന്ററിൽ ഒരു ട്രെയിനിങ് ബോയ് ആയി നിൽക്കുമ്പോൾ When I was undergoing training at the Kottarakara Center as a training boy, വിശ്വാസമെടുത്ത് പല പ്രവൃത്തികളും രാപ്പകൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. we had to perform plenty of works in the faith home. അങ്ങനെ ഇരിക്കും ഒരു ദിവസം Meanwhile, one day, കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് ഹോമിന്റെ മുകളിൽ ചില വർക്കുകൾ നടക്കുകയാണ് ചെയ്യുന്നത്. on the upper side of Kottarakara Center faith home, some construction work was carried out. ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു കമ്പനിയുടെ പ്രതിനിധികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. Presently, it is a Bangalore-based company engaged in the work there. ആ വർക്ക് ചെയ്യുന്ന കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കിഴക്കേത്തിരു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളാണ്. Near Kottarakara, at a village called Kirakekara, a person undertook this process. ഏകദേശം എന്റെ വീടും ആ നാടും ആ സ്ഥലം തന്നെയാണ്. And my native place is also belong to the same place. യാദൃച്ഛികമായി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു അദ്ദേഹത്തോട് സുവിശേഷം പറയണം. Inadvertently, the Spirit of God urged me to preach about the gospel to that man. ഉച്ചസമയത്ത് ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ After lunch, ഞാൻ മുകളിൽ തന്റെ അടുക്കൽ ചെന്നു. I approached him in the upper story. ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ടയാണ്. I asked him, have you been saved? ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു. He replied negatively. മദ്യപിക്കാറുണ്ടോ? Do you drink? ഉണ്ടെന്ന് പറഞ്ഞു. He said affirmatively. എന്റെ ആത്മാവ് ഹൃദയത്തിൽ വല്ലാതെ എന്നെ പ്രേരിപ്പിച്ചു. My soul inspired me. ഞാൻ പറഞ്ഞു മദ്യപിക്കരുത്. I advise you not to drink. ഇത് നല്ലവനായി ജീവിച്ചു കൊള്ളണം. You must lead an exemplary life. പാപത്തെ ഏറ്റു പറയണം. You must confess your sins. ആരാധനയ്ക്ക് കടന്നു വരണം. Attend the meetings. എന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഉൾപ്രേരണ ഉണ്ടായിട്ട് I had a great intuition. ഞാൻ തന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, I held his hand and said, ഇനിമേൽ തീരുമാനിക്കും മദ്യപിക്കത്തില്ല. make a decision not to drink hereafter. താൻ എന്നോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. He told me, പാസ്റ്റർ എനിക്ക് ആഗ്രഹമുണ്ട്. Pastor, I have the desire. നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. I want to lead an exemplary life. പക്ഷെ ഞാൻ വീണ്ടും അറിയാതെ മദ്യപിച്ചു പോകുന്നു. Alas, unwittingly, I drink again. ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ മദ്യപിക്കരുത്. I told him, today you must not drink. ഇല്ല പാസ്റ്റർ ഞാൻ മദ്യപിക്കത്തില്ലെന്ന് He പറഞ്ഞു. promised he would not drink thereafter. അന്നത്തെ ദിവസം പിന്നിട്ട് പോയി. The same day passed by. അടുത്ത ദിവസം മധ്യാഹ്നമായപ്പോൾ Next day by noon, വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തെ ഉണർത്തി. again the Spirit of God imports to me. ഈ വ്യക്തിയുടെ അടുക്കൽ പോയി വീണ്ടും ഭാവബോധം വരുത്തണം എന്നുള്ളതിനെ കുറിച്ച്. That I have the desire to just convict this person.
person of his sins. ഞാൻ ഓടി തന്റെ അടുക്കൽ ചെന്നു. I approached him. സഹോദരൻ മദ്യപിച്ചോ? Brother, have you drunk? അവൻ പറഞ്ഞു, ഞാൻ പാസ്റ്റർ, ഞാൻ മദ്യപിച്ചു. Pastor, I drank. എനിക്ക് മദ്യപിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. I was not able to contain it. അല്പം ലജ്ജയോട് പറഞ്ഞു. Shamefully he said. വീണ്ടും ഞാൻ തന്റെ അടുക്കൽ ഉപദേശം കൊടുത്തു. I again exhorted him. അന്ന് താൻ എന്നോട് പറഞ്ഞു, മദ്യപിക്കത്തില്ല. The same day he promised he would not drink thereafter. ഞാൻ ആരാധനയ്ക്കെല്ലാം വന്നുകൊള്ളാം. I would attend all the meetings. ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. I returned. എന്നാൽ അടുത്ത പ്രഭാതം വന്നു. Next morning. മലയാള മനോരമ പത്രം നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടിട്ടു. The paper was kept in the sit out of the faith hall. ഞാൻ അതിന്റെ ഉൾഭാഗം പെട്ടെന്ന് വായിച്ചു നോക്കി. I went through the inner pages. നിര്യാതരായവരുടെ കോളത്തിനടുത്ത് തന്റെ ഫോട്ടോ കണ്ടു. In the column of the demise, his photograph was given. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നു, കുത്തേറ്റ് മരിച്ചു. This is the caption. He was stabbed to death. എന്താണ് സംഭവിച്ചത്? You know what happened? അന്നും താൻ പോയി മദ്യപിച്ചു. Same day he was given to drinking. മറ്റൊരാൾ തനിക്ക് അല്പം പണം കൊടുക്കുവാനുണ്ടായിരുന്നു. One of the person had to give him some money. അത് തമ്മിൽ വാക്കേറ്റമായി. There was a brawl. രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ട്. Both drunk. അവന്റെ കയ്യിൽ കടാരി ഉണ്ടായിരുന്നു. He had the saber. അതുകൊണ്ട് അവന്റെ നെഞ്ചത്ത് കുത്തിയിറക്കി. And he stabbed in his chest. അവിടെ വീണ് കിടന്ന് പിടഞ്ഞു മരിച്ചു. He fell down, wriggled and died. അടുത്ത ദിവസം തന്റെ പത്രത്തിൽ ഫോട്ടോ വരികയാണ് ചെയ്തത്. Next day his photograph was published in the paper. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Fellow brothers and sisters listening to me, അവസാന നിമിഷം ദൈവത്തിന്റെ ആത്മാവ് തന്നോട് ഇടപെട്ടു. even the last moment the Spirit of God dealt with him. താൻ എന്താണ് പറഞ്ഞത്? You know what did he say? എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. I have the desire, I am not able to be. പാപം ദാസന്മാരാക്കി കളയുകയാണ് ചെയ്യുന്നത്. Sin is captivating you. ഒരു മനുഷ്യൻ പാപത്തിന് ദാസനായി തീരുമ്പോൾ, whenever he becomes a slave to sin, ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. we must understand the truth. അവൻ യഥാർത്ഥത്തിൽ പാപത്തിന് മാത്രമല്ല ദാസനായി തീരുന്നത്. Really he is not simply a slave to sin. പാപത്തിന്റെ പരിണിത ഫലങ്ങൾക്കൊക്കെയും അവൻ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. He is captivated to all the consequences of sin. എന്താണ് പാപത്തിന്റെ പരിണിത ഫലങ്ങൾ? What are the consequences of sin? ഒന്ന്, രോഗപാപത്തിന്റെ പരിണിത ഫലമാണ്. Sickness is the consequence of sin. പാപത്താൽ മനുഷ്യൻ രോഗികളായി ജീവിക്കും. By sin people become sick. ശാപം പാപത്തിന്റെ അനന്തര ഫലമാണ്. Curse is the outcome of sin. മനുഷ്യൻ ശാപഗ്രസ്തരായി ലോകത്ത് ജീവിക്കും. Man is victimized to curses. മരണം പാപത്തിന്റെ അനന്തര ഫലമാണ്. Death is the result of sin. മനുഷ്യൻ മരണത്തിന് അധീനനായി ജീവിക്കുകയാണ് Man ചെയ്യുന്നത്. is subjected to death. ഇന്ന് ലോകത്തിലെ മനുഷ്യനെ നമ്മൾ നോക്കിയാട്ടെ. When you observe the present world, എത്രയോ കോടിക്കണക്കിന് മനുഷ്യൻ, millions of people, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, time and again we think, എന്റെ വിശ്വാസമെടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ പറയാറുണ്ട്, I pray by faith, I also repeat, നമ്മൾ ഇത്ര സമാധാനമായിട്ടിരിക്കുന്നു, peacefully we lead our life, സൗഖ്യത്തോടെ ഇരിക്കുന്നു, we have a healthy life, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം we തന്നിരിക്കുന്നു. are privileged to worship God. പക്ഷെ ഒരു നിമിഷം നമ്മൾ ചുറ്റുപാടേക്ക് കണ്ണോടിച്ചാട്ടെ. Let us focus that into the suburbs. ഈ കൊച്ചു കേരളത്തിൽ In മാത്രം this small Kerala itself, എത്ര ആയിരക്കണക്കിന് ഹോസ്പിറ്റലുകൾ, thousands of hospitals, എത്ര പതിനായിരക്കണക്കിന് ജനങ്ങൾ 10,000s of people, ഏതെല്ലാം നിലവാരത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. in different angles undergo anguish. എത്രയോ പേർ ഐസിയുവിൽ കിടന്ന് ജീവനും ഇടയ്ക്ക് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. Many people are battling between life and death in ICU units. എത്രയോ ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്നു. Many ambulances are moving helter-skelterly. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, My brothers and sisters, hearing my voice tonight, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ tonight as we hear the word of God, അനേക ആംബുലൻസുകൾ ഈ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് many ചെയ്യുന്നത്. ambulances are plying in this Kerala. അനേക കുടുംബങ്ങൾ ദുരിത കടലിൽ അകപ്പെട്ട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. Many families plunge in the whirlpool of sufferings and lamenting. അനേകർ ജീവന് വേണ്ടി നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. Many are crying to win life again. പാപം മനുഷ്യനെ രോഗഗ്രസ്തനാക്കി തീർക്കുന്നു. Sin is a translating man into a sick one. ഈ യാഥാർത്ഥ്യം മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. Man fails to understand this truth. അവൻ ഓടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് He is ചെയ്യുന്നത്. rushing to hospitals. യഥാർത്ഥത്തിന്റെ പാപത്തിന്റെ രോഗത്തിന്റെ രഹസ്യം എന്താണ്? Really, what is the mystery behind this sickness? ബെഥസ്ദ കുളക്കരയിൽ കിടന്ന് 38 വർഷമായി രോഗി. By a sick person prolonged 30 years sitting at the bank of Bethesda. അവൻ രോഗശാന്തിക്ക് വേണ്ടി വളരെ ശ്രമിക്കുകയുണ്ട്. He was striving to have divine healing. പക്ഷെ അവൻ രോഗശാന്തി വരുവാൻ കഴിഞ്ഞില്ല. He is not able to find healing. എന്നാൽ യേശു ആ വഴിയിലൂടെ കടന്നു വന്നു. Jesus passed by that way. കർത്താവിനെ സൗഖ്യമാക്കി. The Lord commanded healing. അവൻ എഴുന്നേറ്റ് നടന്നു. He stood up and walked. അനന്തരമായി അവനെ ദേവാലയത്തിൽ കണ്ടപ്പോൾ Thereafter, seeing in the temple, യേശു അവനോട് ഒരു കാര്യം പറഞ്ഞു. Jesus asked him അധികം തിന്മയായിട്ട് ഭവിക്കാതിരിപ്പാൻ, not to be upon evil, മേലാൽ പാപം ചെയ്യരുത്. do not commit sin anymore. ഇത്ര നാളവൻ രോഗിയായിരുന്നതിന്റെ കാരണം പാപമായിരുന്നു. So far he has been sick because of sin. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, Wherever brothers and sisters listening to me, വിട്ടുമാറാത്ത ഏതെങ്കിലും രോഗത്തിന് നിങ്ങൾ അടിമയാണോ? I answer to some fatal sickness. കുടുംബത്തിൽ പാരമ്പര്യമായ രോഗത്തിന്റെ ശക്തികൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? Whether the traditional power of sickness haunting your life, വൈദ്യശാസ്ത്രം നിങ്ങളുടെ മുമ്പിൽ കൈമലർത്തി കാണിക്കുന്നുണ്ടോ? medical science might miserably fail. നിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും
പാവമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, Examine, is there any hidden sin in your heart? ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയാൽ, Just to think whether you have to forgive to anybody. ദൈവിക പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, Have you transgressed the commandment of God? Think about it. ദൈവം നിനക്കെന്ന ശ്രേഷ്ഠതയ്ക്ക് യോഗ്യമല്ലാത്ത രീതി ചിന്തിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ, Just think, have you done anything that is contrary to the thing God has given you? പ്രാർത്ഥിക്കേണ്ട വിഷയത്തിന് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ, Have you kept on praying the things that you are expected to pray? ഓ മനുഷ്യന്റെ മരണത്തിനടിമയായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. Man is enslaved to the spirit of death today. മരണത്തിന് അധീനമായ ശരീരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. Man is in a body prone to death. മനുഷ്യന്റെ ഹൃദയത്തിൽ നിലവിളി പുറത്തേക്ക് വരികയാണ്. It is anguish coming out of human heart. ഓ എന്നെ ആർ വിടുവിക്കും, No, who shall deliver me? ഈ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും. Who shall deliver me from this wretched body? വൈദ്യശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചു. Even though medical science reaches the pinnacle, ഓ അവയവങ്ങൾ മാറ്റിവെക്കാനുള്ള കണ്ടുപിടുത്തം നടത്തി. and their inventions are made for transplantation members of the body. കോശങ്ങൾ മാറ്റിവെക്കാനുള്ള കണ്ടുപിടുത്തം നടത്തി. Transplantation cells are made. ഹാർട്ടും ലിവറും മാറ്റിവെക്കാനുള്ള കണ്ടുപിടുത്തം നടത്തി. Transplanted heart and liver can be done. പക്ഷേ ജീവനെ നിലനിർത്തുവാനുള്ള സിദ്ധാന്തം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. No principle is invented not to sustain your life. മരണത്തെ കീഴ്പ്പെടുത്തുവാൻ ഇന്നുവരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. So far, science is going to do something in order to preserve you or conquer death. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരൻ, Fellow brothers and sisters, listening to me, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അത് പ്രാപിക്കുവാൻ കഴിയൂ. only through Lord Jesus Christ that can be attained. ലോകത്തിൽ ആർക്കും ഇത്തരം വിഷയങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ സാധിക്കത്തില്ല. Nobody under the sun could command effect such deliverance in our life. ലോകത്തിൽ ഒരു ഭരണകൂടത്തിനും സാധിക്കത്തില്ല. No governance in the world could effect the same. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കത്തില്ല. No political party should command the same. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ നിങ്ങൾ In കേട്ടിട്ടുണ്ടായിരിക്കും. 1941, we heard the Atlantic signs. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൽസൺ ചർച്ചിൽ, British Prime Minister Winston Churchill, അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് American President Roosevelt, 1941 1941, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വെച്ച് in the Atlantic Ocean, ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ the flowing ship, അവർ അഗ്രിമെന്റ് ഒപ്പിയിരുന്നു. they made an agreement. അതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. This is called the Atlantic Chapter. അത് ലോകത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതായിരുന്നു വിഷയം. This is called the emancipation, the freedom of the world. ലോകത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക, അതാണ് അറ്റ്ലാന്റിക് ചാർട്ടറിന്റെ പ്രമേയം. Okay, freedom to the world, that is the covenant of Atlantic Chapter. ലോകത്തിന് 4 വിഷയങ്ങളിൽ സ്വാതന്ത്ര്യം വേണം. The world is in need of freedom for 4 things. ഒന്ന് ദാരിദ്ര്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, First, the freedom from poverty, 2 ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, freedom from fear, 3 ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, freedom for worship, 4 അഭിപ്രായത്തിലുള്ള സ്വാതന്ത്ര്യം. finally freedom of expression. ഇതായിരുന്നു അറ്റ്ലാന്റിക് ചാർട്ടറിൽ അവർ ഒപ്പുവെച്ചത്. So this is signed in the Pact of Atlantic Chapter. ലോകത്തിലെ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർ. The greatest 2 leaders in the world. പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം, You must understand one truth. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. They were not able to implement freedom from sin. രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ അവിടെ എഗ്രിമെന്റ് സാധിച്ചിട്ടില്ല. They were not able to effect freedom from sickness. ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ അവിടെ എഗ്രിമെന്റ് സാധിച്ചിട്ടില്ല. They were not able to effect freedom from curse. എന്നാൽ നമ്മുടെ യേശു ലോകത്തിലേക്ക് വന്നു. Lord Jesus Christ came to the world. എന്തിനു വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് What വന്നത്? for had Jesus come to the world? മാനവജാതിക്ക് സ്വാതന്ത്ര്യത്തെ കൊടുക്കുക, To proclaim, declaration, freedom to mankind. അവനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, To deliver him from sin. അവനെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ, To deliver him from sickness. അവനെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, To deliver him from curse. അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, Deliver him from death. അവനെ അടിമപ്പെടുത്തുന്ന ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ Deliver him from the powers that യേശു gave him. യേശു സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശവും ഈ ലോകത്തിലേക്ക് വന്നു. Lord Jesus came to the world with the message of liberty. യോഹന്നാൻ 8:36 നമ്മൾ വായിക്കുന്നു. John 8 verse 36. പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരായി. Once the Son brings us freedom, we are free forever. ലോകത്തിൽ മനുഷ്യന് തങ്ങൾ സ്വതന്ത്രരാണെന്ന് പറയുന്നു. The present people of the world say we are there free. ഓ യഹൂദന്മാർക്കും അങ്ങനെ പ്രശംസ ഉണ്ടായിരുന്നു. Jews had all claim. ഓ ഞങ്ങൾ യാക്കോബിന്റെ സന്തതികളാണ്, We are the generation of Jacob. ഞങ്ങൾ ആർക്കും അടിമകളായി തീർന്നിട്ടില്ല. We are not slave to anybody. ലോകത്തിൽ മനുഷ്യർ ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് പറയുന്നു. The people of the world say they are free. പക്ഷെ തിരുവെടുത്ത് വ്യക്തമായി നിന്നെ പഠിപ്പിക്കുന്നു, Word of God teaches in clear terms. കർത്താവ് നിന്നെ സ്വതന്ത്രനാക്കിയില്ലെങ്കിൽ നീ സ്വതന്ത്രനല്ല. Unless the Lord sets you free, you are not at all free. ഗലാത്യലേഖനം 5:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, Galatians chapter 5 the first verse. സ്വാതന്ത്ര്യത്തിലെ ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. Christ has set us free unto liberty. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരുവിൻ. Therefore you must become firm in it. അടിമനുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങിപ്പോകുന്നവരാവരുത്. Be not entangled under yoke of bondage again. ഇന്ന് രാത്രി എത്ര ദൈവമക്കളെ സ്വാതന്ത്ര്യം പ്രാപിച്ചു? Tonight, how many people of God could attain this freedom? അതോ ഇന്ന് പാപത്തിന് ദാസനായി നീ ജീവിക്കുന്നു. Still, I will be slave to sin. വിട്ടുമാറാത്ത രോഗത്തിന് അടിമയായി നീ ജീവിക്കുന്നുണ്ടോ? I enslave to a sin that is an inseparable wrath. നിന്റെ കുടുംബത്തെ തകർക്കുന്ന ശാപങ്ങൾ അടിമയായി നീ ജീവിക്കുന്നുണ്ടോ? I enslaved to a curse that is destroying your family. മരണത്തിന് അടിമയായി നീ ജീവിക്കുന്നുണ്ടോ? I be enslaved to a spirit of death. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ,
സഹോദരന്മാരെ, Fellow brothers and sisters listening to me tonight, യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. let us step into the real liberty. യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരും. Jesus Christ brings this freedom to us. യോഹന്നാൻ 8:32 വരുമ്പോൾ John 8 chapter 38. നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്ന മറ്റൊരു വിഷയത്തെ കുറിച്ച് പറയുന്നു. We read about another aspect that brings us freedom. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് സ്വാതന്ത്ര്യം It തരുന്നത്. is the word of God that brings us freedom. സത്യം നമ്മെ സ്വതന്ത്രരാക്കി തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. The truth shall set us free. നിങ്ങൾ സത്യം അറിയുകയും You should know the truth, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കുകയും or the ചെയ്യും. truth shall set you free. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യർ പലതിനും അടിമപ്പെട്ടിരിക്കുക. In the present world, people are enslaved to diverse things. എന്തിനാ കാരണമെന്നറിയാമോ? You know the basic reason? സത്യം അവർക്ക് അറിയത്തില്ല. They do not know the truth. അവർക്ക് സ്നാനത്തിന്റെ സത്യം അറിയത്തില്ല. They do not know the truth of water baptism. മാനസാന്തരത്തിന്റെ സത്യം അറിയത്തില്ല. They do not know the truth of repentance. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ള സത്യം അറിയത്തില്ല. They do not know the truth that they must receive the baptism of the Holy Ghost. ഒരുപാട് ജീവിതത്തിന്റെ സത്യം അറിയത്തില്ല. They do not know the truth of separated life. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് Near Kottarakara, ഒരു പുരാതനമായ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. in a traditional Christian family, ഒരു കുടുംബത്തിന്റെ കുടുംബ ഓഹരിയിലാണ് ആ പള്ളി നിൽക്കുന്നത്. in the inheritance, a particular family that was set. ഒരു പുരാതനമായ ദേവാലയം. That's the traditional temple. എന്നാൽ സംഭവിച്ചത്, What happened there? ആ കുടുംബത്തിലെ മൂത്ത മകന്റെ ഓഹരിയിലാണ് ഈ പള്ളി നിൽക്കുന്നത്. It is in the Shem, the eldest son, this is constructed. താൻ ജോലി സംബന്ധമായി ഗൾഫിലേക്ക് പോയി. His one of his sons went to Gulf. അവിടെ ചില പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ നേരിട്ടു. After reaching there, he met a crisis. ആ സമയത്തിൽ വേദപുസ്തകം വായിക്കുവാൻ താൻ തീരുമാനിച്ചു. He decided to read the Bible. വേദപുസ്തകം വായിച്ചപ്പോൾ When he went through the scripture, സത്യം താൻ അറിഞ്ഞു. he knew the truth. സത്യം തന്നെ സ്വതന്ത്രനാക്കി. The truth is set him free. തന്റെ കാഴ്ചപ്പാടുകൾ തെറ്റം താൻ മനസ്സിലാക്കി. He understands that it is wrong to his outlook. അവിടുന്ന് തെറ്റേറ്റു പറഞ്ഞ് താൻ കരഞ്ഞു. He confessed and wept over his shortcoming. വചനത്തെ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ടു. He undertook the word of God, repented. കൊട്ടാരക്കര നമ്മുടെ സെൻട്രൽ ഫീത്തോമിൽ വന്ന് സ്നാനപ്പെടുവാനിടയായി തീർന്നു. He came to Kottarakara, sanctified to him, took water baptism. പ്രിയപ്പെട്ട ദൈവമക്കളെ, All about people of ആ God. കുടുംബം പൂർണ്ണമായി രക്ഷയെ പ്രാപിച്ചു. That family altogether embraces salvation. കുടുംബത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. I can say two things concerning that family. അദ്ദേഹത്തിന്റെ ഭാര്യ ധനാഠ്യ ഒരു കുടുംബത്തിലുള്ളതാകുന്നു. His wife represents an aristocratic family. താൻ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു വരുന്നുണ്ട്. She would attend the fasting prayers. ഞാൻ ട്രെയിനിങ് പോയി അവിടെ നിൽക്കുന്ന സമയമാണ്. When he was a training boy then, ശരീരം മുഴുവൻ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. when the body clad with ornaments, ഉന്നതമായ കുലത്തിൽ ജനിച്ചതിന്റെ വ്യക്തിത്വമുണ്ട്. that is a personality representing the aristocratic family. കൊട്ടാരക്കര സെൻട്രൽ ഫീത്തോമിന്റെ സിറ്റ് ഔട്ടിൽ വെച്ച് At the sit out of Kottarakara Faith Home, ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. hopefully noticed one thing. പാസ്റ്റർ ജോസഫ് കുട്ടിച്ച പ്രാർത്ഥിച്ചു. Pastor Joseph Kutti prayed. പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, After prayer said, സിസ്റ്റർ ആഭരണങ്ങളൊന്നും നീക്കണ്ട. Sister, you need not withdraw your garments, നിങ്ങൾ your ornaments. നിങ്ങൾ അതോർത്ത് ഭാരപ്പെടണ്ട. You do not be burdened with ornaments. ദൈവം നിങ്ങളോട് പറയുന്നെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. If God directs you, simply do it. ആ സഹോദരിക്ക് വലിയ സന്തോഷം. She was joyful highly. പ്രാർത്ഥിച്ച ഭവനത്തിലേക്ക് കടന്നുപോയി. She was sent off after prayer. 2:30 മണി കഴിഞ്ഞപ്പോൾ After 2:30, ശരീരം മുഴുവനും ചൊറിയുവാൻ തുടങ്ങി. then the body started itching. ചുവന്ന് തുടുക്കുവാൻ തുടങ്ങി. Then it started to become rashes. പൊട്ടി വെള്ളം ശരീരത്തിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങി. Fine water started coming out. പെട്ടെന്ന് അവരെ ഗവൺമെന്റ് അവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. Suddenly she was admitted to the medical trust hospital. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, Doctor after examination said, സ്വർണം അലർജിയാണെന്ന് പറഞ്ഞു. he's allergic of gold. ഇത് ശരീരത്തിൽ നീക്കിക്കളയണമെന്ന് You പറഞ്ഞു. must remove this from the body. അതോടെ ആ സഹോദരി രക്ഷിക്കപ്പെട്ടു. With it she was saved. കുടുംബമായി സ്നാനമേറ്റു. Then the family took water baptism. സമുദായത്തിൽ നിന്ന് ഭയങ്കരമായ എതിർപ്പുകൾ ഉണ്ടായി. From the normal church, there was a great stiff resistance. മതമേലധ്യക്ഷം അവിടെ കടന്നു വന്നു. Leaders of the church came there. അവരോട് താൻ സംസാരിച്ചു. They engaged in conversation. വേദപുസ്തകം തുറന്ന് മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു. Opened the Bible, spoke about repentance, സ്നാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. spoke about water baptism, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു spoke കൊടുത്തു. about the Holy Ghost, വേർപാടിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. spoke about life of separation, കർത്താവിന്റെ വരവിൽ പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. spoke about the essentiality to be taken with the coming of the Lord. എല്ലാം കേട്ടുകൊണ്ടുന്ന പുരോഹിതൻ തിരിച്ചൊരു കാര്യം പറഞ്ഞു. The priest listened to everything and responded. തോമസ് എന്നാണ് വിശ്വാസിയുടെ His പേര്. name is Thomas. തോമസേ, നിന്നോട് ഇത് വായിക്കാൻ ആര് പറഞ്ഞു? Thomas, who asked you to read this? ഇത് നിങ്ങൾക്ക് വായിക്കാനുള്ളതല്ല. This is not meant for you. താൻ സ്നേഹത്തോടെ തന്നോട് പറഞ്ഞു, Lovingly said, ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത്. heaven say, do not disturb me. എന്നെ കേൾക്കുന്ന അധികം മക്കളെ, Beloved people of God listening to me, സത്യം നിങ്ങൾ അറിഞ്ഞാട്ടെ. you must know the truth. ദൈവത്തിന് എന്തു പറയുന്ന സത്യം നിങ്ങൾ അറിഞ്ഞാട്ടെ. You must know the truth, proclaim the word of God. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുവാനിടയായി തീരും. That the truth is able to set you free. ആ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായി തീരുവീൻ. You must be established in the truth of God. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? For the same purpose, what must be done? നഫ്താലിയെ പോലെ You പോരാടിക്കൊണ്ടിരിക്കും. must strive like Naphtali. പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? What does St. Paul say? ഞാൻ നല്ലപോർ പരുതി എന്റെ I fought the good fight.
അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? For the same purpose, what must be done on our part? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നമ്മൾ We got liberty from sin. നീതിക്ക് ദാസന്മാരായി തീരും. We must be enslaved to righteousness. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി ജീവിക്കണം. You who could attain this repentance, now you have to be enslaved to truth of God. അത് മാത്രമല്ല, Moreover, നമ്മുടെ അവയവങ്ങളെ in the members, വിശുദ്ധീകരണത്തിന് നീതിക്ക് അടിമകളായി സമർപ്പിക്കണം. enslaved to righteousness and sanctification. നമ്മുടെ കൈകൾ വിശുദ്ധിക്കുള്ളത്, Our hands unto holiness, നമ്മുടെ കണ്ണുകൾ വിശുദ്ധിക്കുള്ളത്, eyes unto നമ്മുടെ holiness, കാലുകൾ നീതിക്കുള്ളത്, legs unto righteousness, നമ്മുടെ നാവ് വിശുദ്ധിക്കുള്ളത്. tongue unto holiness. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം. To which cause we have to commit ourselves. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. He that commits sin is born of the devil. ആ പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിയുമ്പോഴോ As he find liberty from sin, ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ ദാസന്മാരുമായി തീരുന്നു. we become the children of God, servants unto God. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി നമ്മൾ ജീവിക്കുകയും We attain liberty from sin, slaves unto righteousness now. ഇബ്രാഹിമിന്റെ കുട്ടിക്കാലത്ത് During the days of Abraham Lincoln, വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിലാണ് അവൻ ജീവിച്ചത്. he was really left in the poor backdrop. അവന്റെ വീട്ടിൽ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. There was a cultivation of crops. അത് ന്യൂ ഓർലിയൻസിലെ പച്ചക്കറി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ഉപജീവനം കഴിച്ചത്. That wages should be collected to the market dealers, and thereby he had to win something. ഒരു ദിവസം പച്ചക്കറിയുമായി മാർക്കറ്റിലെത്തി. One day he was in the market with the vegetables. അവിടെ അടിമകളെ വിൽക്കാൻ നിർത്തിയിരിക്കുന്ന കാഴ്ച അവൻ കണ്ടു. Slaves are kept in order to sell. അവന്റെ ഹൃദയം വല്ലാതെ വേദനപ്പെട്ടു. He was overburdened. അവന്റെ കയ്യിലുള്ള പണം അവൻ എണ്ണി നോക്കി. And he counted the currency. ഒരു ചെറുപ്പക്കാരനായ അടിമയ്ക്ക് അവൻ വില പറഞ്ഞു. So he just offered the price for a young slave. അവന്റെ കയ്യിലുള്ള പണം കൊണ്ട് അടിമയെ വാങ്ങിച്ചു. He bought that young slave. അവനെ വാങ്ങിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് He was brought out. ആ അടിമയോട് എബ്രഹാലിങ്ങൾ പറഞ്ഞു, Abraham told that slave, സഹോദരൻ നീ പോയിക്കൊണ്ട് brother, you are free now. നിന്റെ വില ഞാൻ കൊടുത്തു കഴിഞ്ഞു. I paid your price. നിന്നെ ഇനി ആരും അടിമയാക്കത്തില്ല. No one shall enslave you again. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കും. I just set you free. ചീട്ട് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. The lot was given to him. എന്നാൽ അടിമ എന്ത് ചെയ്തു? You know what the slave do? എബ്രഹാലിങ്ങളുടെ കാൽക്കൽ വീണു. He just prostrated at the feet of Abraham. യജമാനി അവിടുന്ന് അങ്ങനെ പറയരുത്. Oh Lord, do not say the same unto me. ഞാൻ ലോകത്തിൽ പോയി സ്വതന്ത്രനായി ജീവിക്കുന്നതിനേക്കാളും Instead of going to the world, leading a free life, അങ്ങനെ പോലൊരു നല്ല യജമാന്റെ ദാസനായി ഞാൻ ജീവിച്ചുകൊള്ളാം. I will remain a slave throughout the days of my life as a good master like you. എബ്രഹാലിക്ക് വല്ലാത്ത വിഷമത്തിലായി. Abraham is a great turmoil. വീട്ടിൽ ഈ അടിമയെ കൊണ്ടുവന്ന് അപ്പൻ അടിക്കുമെന്ന് ഉറപ്പാണ്. He takes his slave to the house, his father will smite him. അവൻ വ്യാകുലപ്പെട്ട മനസ്സോട് അടിമയുമായി വീട്ടിലെത്തി. With a heavy heart, he brought his slave to the home. അപ്പനോട് സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. All the incident he narrated to the father. അപ്പൻ അടിമയെ വീട്ടിൽ സ്വീകരിച്ചു. Father accepted the slave to his house. സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിച്ചു. Like his brethren, he led a life there. എന്നെ കേൾക്കുന്ന സഹോദരന്മാർ, My brothers and sisters listening to me, ഒരു കാലത്ത് പാപത്തിന് നമ്മൾ ദാസന്മാരെ, the time must be slaves to sin. ഇപ്പോൾ നമുക്ക് നീതിക്ക് ദാസന്മാരായി ജീവിക്കാം. Now we must become slaves to righteousness. വിശുദ്ധിക്ക് ദാസന്മാരായി നമുക്ക് We ജീവിക്കാം. must become slaves to holiness. ക്രിസ്തുവിന്റെ ദാസന്മാരായി നമുക്ക് ജീവിക്കാം. We must become servants unto Christ. ദൈവജനത്തെ അടിമപ്പെടുത്ത മറ്റൊരു ശക്തിയാകുന്നു There is another force which is enslaving the people of God, മരണത്തിന്റെ ഭീതി എന്ന് which is പറയും. a fear of death. ലോകത്തുനിന്ന് മനുഷ്യൻ മരണഭീതിക്ക് അടിമകളായി ജീവിക്കുകയാണ് Today ചെയ്യുന്നത്. man is enslaved to the spirit, to the fear of death. ലോകത്തിൽ എത്രയോ കോടി മനുഷ്യൻ മരണഭീതിക്ക് അടിമകളായി ജീവിക്കുന്നു. Millions of people in the world are even victimized to the spirit of fear of death. കേരള സ്റ്റേറ്റ് ഫോറൻസിക് ലാബിന്റെ മുൻ ചെയർമാൻ The former chairman of Kerala State Forensic Labs, ഡോക്ടർ മുരളീകൃഷ്ണ, Dr. Murali Krishna, മരണത്തിനപ്പുറം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. he wrote a book, Beyond Death. താൻ ആ പുസ്തകത്തിൽ ഇപ്രകാരം വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. He wrote a statement that influenced me. മരണഭീതി എന്ന നിത്യശാപം നടുക്കത്തോടെ നിമിഷം തോറും അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. Man is the only living being. Every moment he is controlled by the shivering spirit of the fear of death. എത്ര ശരിയാകുന്നു? Is it truly? മരണഭീതി എന്ന നിത്യശാപം നടുക്കത്തോടെ മനസ്സിനുള്ളിൽ നിമിഷം തോറും അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഏകജീവി മനുഷ്യൻ മാത്രമല്ലേ? The everlasting curse, that is the spirit of fear of death. The every moment a man is with the shivering controlling himself in the same spirit. ലോകത്തിൽ എത്രയോ മനുഷ്യർ മരണഭീതിക്ക് അടിമ. Millions of people in the world are enslaved to the spirit, to the fear of death. രോഗശാന്തി വരപ്രാപ്തം. Divine healing, that is a gift. എത്രയോ രോഗികളെ സൗഖ്യമാക്കിയിട്ടുള്ളവർ. Many sick people are healed. മെഗാ ക്രൂസൈഡുകൾ നടത്തിയിട്ടുള്ളവർ. Conducted mega crusades. ഒടുവിൽ അവർ രോഗികളായി തീരുമ്പോൾ Finally they become sick. നേരെ വൈദ്യശാസ്ത്രത്തിൽ അഭയം പ്രാപിക്കും. Straight up and asylum in medical science. വെന്റിലേറ്ററിന്റെ സഹായത്തിലൂടെയെങ്കിലും ജീവൻ നിലനിർത്തുവാൻ അവർ പ്രയാസപ്പെടും. They want such in the life, at least with the help of the ventilator. എന്താ കാരണമെന്നറിയാമോ? You know the basic reason? ഉള്ളിൽ മരണഭയം കിടക്കും. Within the fear of death. ഫ്രാൻസിലെ ലൂയി 14 ചക്രവർത്തി ഉണ്ടായിരുന്നു. Louis the
14, emperor in France. താൻ തികഞ്ഞ മരണഭയമുള്ളവനായിരുന്നു. He was corrupt to the spirit, to the fear of death. അതുകൊണ്ട് താൻ തന്നെ സാമ്രാജ്യത്തിൽ കൽപ്പന കൊടുത്തു. Maybe his kingdom he proclaimed. മരണമെന്നൊരു വാക്ക് ആരും ഉച്ചരിക്കരുതെന്നാ പറഞ്ഞിരുന്നു. Nobody should pronounce the term death. പക്ഷെ ഭക്തന്മാർക്ക് മരണഭയമില്ല. The saints do not have the fear of death. വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? What does Saint Paul say? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നതിൽ ലാഭം. To me, dead is gain and live is Christ. ഭക്തനായ D.L. മൂടി എന്ന് പറഞ്ഞിരിക്കുന്നു. D.L. Moody, what did he say? ഓ, ഇതാണോ മരണം? No, is it death? ഇത് മരണമല്ല, It is not death. ഇതെന്റെ കിരീടധാരണമാണ്. It is my coronation. ഇതാ സ്വർഗം തുറക്കുന്നു, Heaven is open. കുന്നുകൾ മാറിപ്പോകുന്നു, Mountains are departed. താഴ്വരകൾ നീങ്ങിപ്പോകുന്നു, Valleys are departed. ദൂതന്മാരൻ എതിരേൽക്കുവാൻ കടന്നു വരുന്നു. Angels are coming to receive me. ആ ഭക്തൻ പ്രത്യാശയോടെ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകും. Yes, and hopefully enter the kingdom of God. ഭക്തനായ നാരായണ വാമനത്തിലേക്ക് Narayana Vamanathileg, the holy man said, തന്റെ അന്ത്യത്തിൽ പ്രത്യാശയോടെ ഇങ്ങനെ പറഞ്ഞു, during his second, hopefully he said, യോർദാൻ ഞാൻ വിചാരിച്ചതുപോലെ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. Jordan is not so difficult as we are afraid. എന്റെ പ്രിയൻ തന്റെ വലങ്കരം പിടിച്ചെന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. My lover is holding my right hand and leading me marvelously. ഭക്തന്മാർക്ക് മരണത്തെ ഭയമില്ല. Saints do not fear death. എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? You know the reason behind? നമ്മുടെ യേശു മരണത്തെ ജയിച്ചു. Oh, Jesus overcame death. ആകയാൽ നാമും മരണത്തെ ജയിച്ചിരിക്കുന്നു. Therefore, we too have overcome death. അത് വിശ്വസിക്കുന്ന മക്കൾ കരങ്ങളെ എടുത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞിട്ട്. Hallelujah. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, God, but people of God listening to me. ലോകത്തിൽ എത്രയോ മനുഷ്യർ മരണഭയത്തിന് അടിമകളായി ജീവിക്കും. Millions of people are under the spirit of fear of death in the world today. പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. Say death is the wages of sin. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരണഭയത്തിന് അടിമ തന്നെയാകും. A man who is leading a sinful life is entered the spirit of fear of death. തിരുവെടുത്ത് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, Word of God in clear terms expresses, പാപം ചെയ്യുന്ന ദേഹം മരിക്കുക തന്നെ the ചെയ്യും. soul that comes to sin shall die. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മരണത്തിന് 3 ഭാഗങ്ങളുണ്ട്. The man who leads the sinful and dies, the death has got 3 angles. ഒന്ന് ആത്മികമായ മരണം, First is the spiritual death. 2 ശാരീരികമായ മരണം, Second is the physical death. 3 രണ്ടാം മരണം അഥവാ നിത്യമരണം. Thirdly, the second death, everlasting death. പാപത്തിൽ ജീവിക്കുന്നവൻ ആത്മികമായി മരിച്ചവൻ. The man who leads a sinful life is spiritually deceased. എന്താണ് ആത്മികമായി മരിക്കുക എന്ന് പറഞ്ഞാൽ? What's the meaning of spiritual death? ഓ, അവൻ ജീവനായ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ് He ചെയ്യുന്നത്. goes away from God, who is a living life. മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തിന്റെ ആത്മാവായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. Man loses his fellowship with God. ആകയാൽ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. Even God is not accepting the prayer of a sinner. അവനോട് ദൈവം സംസാരിക്കുന്നില്ല. God is not talking to him. തന്മൂല ആത്മാവിൽ മരിച്ചവനായിട്ട് അവൻ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. Therefore, he is reduced to a state in which he is diseased in the soul. ദൈവവുമായിട്ടുള്ള സംബന്ധം അവന് നഷ്ടപ്പെട്ടു He പോകും. loses the fellowship with God. ആകയാൽ അവൻ ആത്മാവിൽ മരിച്ചവനായി ജീവിക്കും. Therefore, a death takes place in his soul. രണ്ടാമത് ശാരീരിക മരണത്തിന് അവൻ അടിമയാണ്. Secondly, he is sensitive to physical death. എബ്രായർ 9:27 നമ്മൾ വായിക്കുന്നു. Hebrews chapter 9 verse 27. ഒരിക്കൽ മരണം ദൈവം മനുഷ്യർക്ക് നിയമിച്ചിട്ടുണ്ട്. It is appointed to man once to die. സഭാപ്രസംഗി 12:5 പോകുമ്പോൾ Ecclesiastes chapter 12 verse 5. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. Man goes back to his everlasting home. ഒരു പാപിയുടെ ശാശ്വത ഭവനം ഏതെന്നറിയാമോ? Which is everlasting abode of a sinner. അത് അഗ്നി നരകമായിരിക്കും. That is hellfire. അതാണ് രണ്ടാം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. This is called the second death. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Well, brothers and sisters, listening to me, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ as I introductorily mentioned, ശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടും all those sciences progress to the core. മരണത്തെ കീഴ്പ്പെടുത്തുവാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. So far it fails to conquer death. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രസതന്ത്ര ശാസ്ത്രജ്ഞന്മാർ The chemical scientists during the 14th century, മരണത്തെ കീഴ്പ്പെടുത്തുവാൻ അവർ ഒരു ഫിലോസഫി സ്റ്റോൺ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു. they attempted to invent a philosopher's stone to conquer death. അവർ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. Alas, miserably they failed. ഇന്ന് അമേരിക്കയിൽ ധനാഢ്യരായ മനുഷ്യർ The rich people in America, അവിടെ മൃതശരീരങ്ങൾ അടക്കുവാൻ അവർ അനുവദിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. the dead bodies are not permitted to be buried, they are kept still. അവർ മരിക്കുമ്പോൾ അവിടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്, At the time of death they would say to their relatives, ഐസ് ബാറിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ice bar they are caged. എന്താ കാരണം എന്നറിയാമോ? You know the reason? എന്തെങ്കിലും ഒരു മരിക്കുന്നവരെ ഉയർപ്പിക്കുവാനുള്ള ജീവിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ At least someday, some device, some medicine invented to quicken the deceased ones, അവർക്ക് വീണ്ടും ജീവിക്കണം. they can live again. പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, പാപത്തിൽ ജീവിക്കുന്നവൻ ശരീരത്തിലും മരിക്കും. one who lives a sinful life is dying in the body. അടുത്തതായിട്ട് അവന് രണ്ടാം മരണമുണ്ട്. Further, there is a second death to him. അതൊരു നിത്യമരണമായിരിക്കും. That will be an everlasting death. വെളിപ്പാട് 21:14 നമ്മൾ വായിക്കണം. Revelation chapter 21 verse 14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. Death and hell and cast into everlasting hell. ഈ തീപ്പൊയ്ക രണ്ടാം
രണ്ടാമത്തെ മരണം. This lake of fire is the second death. അത് നിത്യ നരകമാകുന്നു. That's everlasting hell. ഒരു പാപിയുടെ നിത്യത അവിടെയായിരിക്കും കഴിക്കുന്നത്. Your sinners spends eternity there. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടായിരിക്കും. Weeping and gnashing of teeth shall be there. അവിടെ കിടാത്ത തീയും ചാകാത്ത പുഴുവും ഉണ്ടായിരിക്കും. Unquenchable fire and the worms shall be there. നരകത്തിൽ ഇരുട്ടിന്റെ ചങ്ങലകൾ ഉണ്ടായിരിക്കും. It is the chains of darkness will be in hell. തീയും ഗന്ധകവും ഉണ്ടായിരിക്കും. Fire and brimstone shall be there. അത് നിത്യമായ ദണ്ഡന സ്ഥലമായിരിക്കും. Everlasting place of torture. എത്രയോ മനുഷ്യ മരണഭീതിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു. Many people enslaved to the spirit of fear of death. എന്നാൽ ദൈവഭക്തന്മാർക്ക് മരണഭീതിയില്ല. Saints of God, there's no fear of death. എന്താണ് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്? You know the reason behind it. സദൃശവാക്യം 14:32 നമ്മൾ വായിക്കുന്നു. Proverbs 14 chapter 40 verse 38. നീതിമാനും മരണത്തിലും പ്രത്യാശയുണ്ട്. Righteous have hope in death. എന്താണ് കാരണം? You know the reason. യേശു പ്രകാരം പറഞ്ഞു, Jesus said, എന്നിൽ ജീവിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. he that believes in me, even if he dies, he will live. എബ്രായലേഖനം 2:14 വരുമ്പോൾ Hebrews 2:14. മരണാധികാരിയായ പിശാചിനെ They will the author of death. യേശു തന്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. Jesus cancelled with his death. മരണത്തിന്റെ പാതാളത്തിന്റെ ശക്തിയെ തോൽപ്പിച്ചു. He destroyed the power of hell and death. മരണഭീതിയിൽ നമ്മെ വിടുവിക്കുകയുണ്ടായി. Delivered us from the spirit of the fear of death. മരണമേ നിന്റെ ജയം എവിടെ എന്ന് മരണത്തെ നോക്കി ചോദിച്ചു. Challenge death, oh death, where is the victory? ആകയാൽ ദൈവം ഇതിൽ ഒരിക്കലും മരിക്കുന്നില്ല. Therefore child of God never dies. മറിച്ചൊരു ദൈവം ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? On the contrary, what happens to a child of God? അവൻ നിദ്ര പ്രാപിക്കുകയാണ് He ചെയ്യുന്നത്. is simply sleeping. ഒരു ദൈവം ഇതിൽ നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. A child of God is simply sleeping. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്, Therefore the Epistle to Thessalonians, നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. he must not be ignorant of the people who are sleeping. അത് നമ്മൾ നിദ്ര പ്രാപിക്കുന്നതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്? Why this is sleeping? What is the profit that we have? നമ്മൾ നിദ്ര വിട്ടുണരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. Yesterday we'll be awakening. നീയോ ദാനിയേലിനെ ദൈവം വിളിച്ചു പറയുന്നു. God says to Daniel, നീയോ ദാനിയേലേ, you Daniel, നീ വിശ്രമിക്കുവാനായി പോയിക്കൊള്ളുക. you got to take a rest. കാലാവസാനത്ത് നിന്റെ ഓഹരി പ്രാപിക്കുവാൻ നീ എഴുന്നേറ്റു. At the end of the time, you will come back to have your reward. ഭക്തന്റെ പ്രത്യാശ അതാണ്. What's the hope for the saint of God? ദാവീദ് എന്താണ് പറയുന്നത്? What does David say? ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. I will behold the face of righteousness. നിന്റെ രൂപം കണ്ട് തൃപ്തനായി തീരും. Whenever vacant, I'll see the face and be satisfied. പുതിയ നിയമസഭയെ നോക്കി വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? What does Saint Paul say? Look at the New Testament church. 1 Corinthians 15:51 വായിക്കുന്നു. 1 Corinthians chapter 15 verse 51. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. I'll tell you a mystery. നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല. We all shall not sleep. തിരുവെഴുത്തിൽ ചോദിക്കുന്നു. The word of God poses a question. ജീവിച്ചിരുന്നിട്ട് മരണം കാണാതെ ഇരുന്നിട്ടുള്ളവർ ആരുണ്ടെന്ന്? Who is anyone who is not tasted death after being alive? ദൈവമക്കളെ നമുക്ക് വിളിച്ചു പറയാം. All the people of God has to say, നമ്മളുണ്ടെന്ന് വിളിച്ചു പറയാം. we are, let it be our answer. കാരണം എന്തെന്നറിയാമോ? You know the reason. തിരുവെഴുത്ത് പറയുന്നു, Word of God says, സഹോദരന്മാരെ, brethren, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. we all shall not die. എന്താണ് സംഭവിക്കുന്നത്? And what's going to take place? അന്ത്യകാലം ധ്വനിക്കോ? At the last time of God, ക്രിസ്തുവിൽ നിദ്ര കൊണ്ട വിശുദ്ധന്മാർ ഉയർക്കോ? the saints of Christ shall rise up. പിന്നെ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. Those who remain alive shall be transformed. ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. To God they will be caught up to heaven. അതാണ് നമ്മുടെ നിത്യമായ വാസസ്ഥലം. That's the eternal dwelling place. വെളിപ്പാട് 21:3 നമ്മൾ വായിക്കുന്നു. Revelation 21 verse 3. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. Behold, the tabernacle of God is with man. അവൻ അവരോടുകൂടെ വസിക്കും. God is dwelling with them. അവനവർക്ക് ദൈവമായിരിക്കും. God shall be their God. അവർ അവന്റെ ജനമായിരിക്കും. They shall be his people. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. His servants shall behold the face of God. അവനവന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയോ. God shall wipe away all their tears. ഇനി കഷ്ടതയില്ല. No more sufferings. കണ്ണുനീരില്ല. No more tears. പുറവിളിയില്ല. No more wailing. യാതൊരു ശാപം No ഉണ്ടായിരിക്കില്ല. curse at all. പ്രിയ സഹോദരന്മാരെ, Hello, brothers and sisters. നമുക്ക് നമ്മുടെ കണ്ണുകളാണ്. Let us close our eyes. പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലെടുക്കാം. Let us attain deliverance from the captivity of sin. മരണഭയത്തിന്റെ അടിമത്തിൽ നമുക്ക് വിടുതലെടുക്കാം. And deliverance from the captivity of the fear of death. സ്വതന്ത്രയായി നടക്കുന്ന പേടമാ. There is a not to walk freely. അടിമത്തിന്റെ ചങ്ങലകളെ നമുക്ക് പൊട്ടിച്ചെറിയാം. Let us break out the fetters of slavery. ഒരുപക്ഷെ നീ ഒരു വിശ്വാസിയായിരിക്കും. Perhaps you may be a believer. അല്ലെങ്കിൽ ഒരു അവിശ്വാസിയായിരിക്കും. Or you may be an unbeliever. അല്ലെങ്കിൽ You അക്രൈസ്തവനായിരിക്കും. may be non-Christian. നീ ഏതെങ്കിലും പാപത്തിന് അടിമയാണ്. Are you uncertain in the sin? മരണഭീതിക്ക് അടിമയാണ്. Are you uncertain of fear of death? പാപത്തെ ജയിച്ച യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus overcame death is moving in our midst. മരണഭീതിയെ പരാജയപ്പെടുത്തി യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus vanquished the fear of death is moving in our midst. മരണത്തെ ജയിച്ച യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus overcame death is moving in our midst. അവൻ അടിമത്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു കളയുന്നവനാണ്. He is breaking the fetters of slavery. സാത്താന്റെ കെട്ടുകളെ തകർക്കുവാനാണ് യേശു ലോകത്ത് He വന്നത്. shall destroy the bindings of the devil. ദുഷ്ടന്റെ കയറുകളെ അവൻ അറുത്തു കളയുന്നവനാണ്.
ചെയ്യുന്നവനാണ്. He is unstrapping the ropes of the wicked. ആകയാൽ നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ, Therefore commit your life to the presence of God. നിന്നെ അടിമപ്പെടുത്തുന്ന രോഗത്തിന്റെ ശക്തി, The power of sickness that ensures you, രാത്രികാലം അഴിഞ്ഞു വീഴുവാൻ ഇടയായി തീരും. that is going to be cut off. നീ വിശ്വസിക്കുന്നുവെങ്കിൽ If you believe, യേശു നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. Jesus come to your midst. ആ യേശു നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുന്നു. Jesus is going to set you free. യേശു നിന്നെ വിടുവിക്കുവാൻ പോകുകയാണ്. Jesus is going to deliver you. ആ കെട്ട് നിന്നെ സ്വതന്ത്രനാക്കുവാൻ പോകുന്നു. Binding is going to be cut off. ആ രോഗത്തിന്റെ കെട്ട് നിന്നെ വിട്ട് അടിഞ്ഞു മാറുവാൻ പോകുകയാണ് ചെയ്യുന്നത്. Binding sickness is going to be unstrapped. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിൽ നീ വിശ്വസിക്കണം. Tonight believe Jesus who is performing wonders. യേശു ഇന്ന് ജീവിക്കുന്നുണ്ട്. Jesus alive today. യേശു ഇന്ന് സൗഖ്യമാക്കും. Jesus healing today. എന്റെ സഭയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം കൂടെ പറഞ്ഞുകൂടി അവസാനിപ്പിക്കട്ടെ. I would like to tell you that took place in church last week and wind up in message. സഭയിൽ ഏകാഗിയായി ജീവിക്കുന്ന ഒരു സഹോദരിയുണ്ട്. There is a sister being alone. അവരുടെ ബന്ധുക്കളെല്ലാം അമേരിക്കയിലാണ്. Relatives are in the States. ഇവരും കുറെ കാലം അമേരിക്കയിലായിരുന്നു. For somewhere, thankfully she was in the States. ധനാഢ്യയായ ഒരു സഹോദരി. She was a rich sister. ഒറ്റയ്ക്കൊരു ഭവനത്തിൽ താമസിക്കുന്നു. She is living a single life in the family. ഒരു വലിയ വീടും സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. All the circumstances conducive പക്ഷെ to തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചു. cancer in the throat. ക്യാൻസർ അതികഠിനമായി തീർന്നു. Throat cancer hectic. ആരും സഹായിക്കുവാനില്ലാത്ത There is nobody to help. 4 പ്രാവശ്യം കീമോതെറാപ്പി എടുത്തു. 4 months she underwent chemotherapy. അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് തുടരുകയാണ്. She underwent the treatment of the hospital. അസഹനീയമായ വേദന, excruciating pain. ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലെന്ന് അവർ It നിശ്ചയിച്ചു. is better to die. പലപ്പോഴും എന്നോട് മരണത്തെ കുറിച്ച് പറഞ്ഞു. On many occasions she spoke about death to me. അച്ഛാ, ഞാനങ്ങ് മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. Brother, pray for me to have death. എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം You എന്തെന്നറിയാം? know what happened last week? അമൃത ഹോസ്പിറ്റലിന്റെ സ്കാനിംഗ് മെഷീനിൽ അവർ കിടക്കുകയാണ്. She was in the scanning machine of hospital at Amrita. അവരെ പിടിച്ച് സ്കാനിംഗ് മെഷീനിൽ കിടത്തിയതാണ്. She was laid in the scanning machine. അതിവേദന കൊണ്ട് അവർ പിടയ്ക്കുകയാണ്. She was suffering from excruciating ആ pain. സ്കാനിംഗ് മെഷീനിൽ കിടന്നുകൊണ്ട് ആ സഹോദരി കരഞ്ഞു. In the scanning machine she wept. ദൈവത്തോട് ചില ചോദ്യങ്ങൾ She ചോദിച്ചു. asked some questions unto God. കർത്താവേ, ഞാൻ ജീവനുള്ള ദൈവത്തെയാണല്ലോ സേവിച്ചത്. Oh Lord, I'm serving the living God. ഞാൻ മരത്തെയും കല്ലിനെ അല്ലല്ലോ സേവിച്ചത്. I do not worship wood or stone. ഞാൻ ജീവനുള്ള ദൈവത്തെ അല്ലയോ സ്നേഹിച്ചത്. I have been worshipping the true living God. എന്തിനീ കഠിനമായ രോഗം എനിക്ക് തന്നു Why കർത്താവേ? this hard sickness upon me, Lord? ഈ വേദന എനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല കർത്താവേ. I'm not able to forbear this pain, Lord. വാവിട്ട് കരയുവാൻ തുടങ്ങി. She cried aloud. പെട്ടെന്നൊരു മയക്കം അവർക്കുണ്ടായി. Suddenly she was in a coma. സ്കാനിംഗ് മെഷീൻ കിടന്ന് കുലുങ്ങുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. She felt the scanning machine was just shivering. പെട്ടെന്ന് തേജോമയനായ യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടു. Suddenly glory Jesus appeared to her. യേശു ആ സഹോദരിയോട് സംസാരിക്കുവാൻ തുടങ്ങി. Jesus started talking with her. മകളെ, നിന്റെ വേദന നിനക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. My daughter, are you not able to forbear your ഞാൻ pain? കാൽവരിയിൽ അനുഭവിച്ച വേദന നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ. Remember the pain I experienced on Calvary. എങ്കിലും നിന്റെ ദുഃഖം ഞാൻ അറിയുന്നുണ്ട്. But still I know thy pain. ഞാൻ നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല മരിച്ചത്, Not only did I die for your sin, നിന്റെ രോഗത്തിന് വേണ്ടി കൂടെ ആകുന്നു മരിച്ചത്. you for sicknesses I died. ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. I have healed you. പറഞ്ഞപ്പോൾ തലയിൽ നിന്ന് താഴോട്ട് ഒരു ശക്തി ഇറങ്ങിപ്പോന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. Some power has started from the head to the bottom. അവിടെ ശരീരം മുഴുവൻ വിയർക്കുവാൻ തുടങ്ങി. Then the body started sweating. അല്പസമയം കഴിഞ്ഞപ്പോൾ After a short while, സ്കാനിംഗ് മെഷീൻ തന്നെ ഇറങ്ങി പുറത്തേക്ക് വന്നു. she came out of the scanning machine all by herself. മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. Waiting for the medical report. എന്നും ഡോക്ടേഴ്സ് അവിടെ റിപ്പോർട്ട് കൊടുക്കത്തില്ല. Doctors will not hand over to her. കൂടെ വരുന്നവരെ വിളിക്കത്തുള്ളൂ. The company person will be called. അമൃതയിലെ സീനിയർ ഡോക്ടേഴ്സ് അവരെ വിളിച്ചു. Senior doctor summoned. പേഷ്യന്റ് നേരിട്ട് വരാൻ പറഞ്ഞു. Patient, you straight away come. സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്തു. Certificate is handed over. നിങ്ങളുടെ ക്യാൻസർ രോഗം മാറിയിരിക്കുന്നു. Your cancer is healed of you. നിങ്ങൾ ഈ ആശുപത്രിയിൽ വരണ്ട. You do not come to the hospital anymore. നിങ്ങൾക്ക് സൗഖ്യമായിരിക്കുന്നു. You are healed. അവൾ ഡോക്ടറുടെ മുറിയിൽ നിന്ന് കരങ്ങളെ എടുത്ത് സ്വോത്രം ചെയ്യാൻ തുടങ്ങി. She started praising God, lifting the hand in the doctor's room. ഡോക്ടർമാർ അമ്പരന്ന് പോയി. Doctors are amazed. ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. Today she is hale and hearty. എല്ലാ ആരാധനയ്ക്കും കടന്നു വരുന്നുണ്ട്. Oh, she is attending all the meetings. പൂർണ്ണാരോഗ്യത്തോടെ ജീവിക്കുന്നു. She is hale and hearty. അത് മാത്രമല്ല, Moreover, അവിടെ കക്ഷത്തൊരു മുഴയുണ്ടായിരുന്നു. in armpit there was a growth. ഇതവരാരോടും പറഞ്ഞിരുന്നില്ല. She did not say to anybody. ഡോക്ടറോട് പോലും പറഞ്ഞിരുന്നില്ല. Did not even to the doctor. അവർ വീട്ടിൽ കടന്നു വന്നതിന് She ശേഷം reached home. അവർ വസ്ത്രം മാറി ആ മുഴ പരിശോധിച്ചു നോക്കി. She removed the garment, examined the growth. ശരീരത്തിൽ പാടുപോലും കാണുവാനില്ല. Not at all, even the scar in the body. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. God is a God of ആ wonders. ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. He has come to us right now. ഇന്ന് രാത്രി നീ അത് വിശ്വസിക്കുമെന്നുണ്ടെങ്കിൽ Tonight, if you believe, നിന്നെ ബന്ധിക്കുന്ന രോഗത്തിന്റെ ശക്തി ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, whatever the power of sickness that controls you, ഇന്ന് രാത്രി അവൻ നിന്നെ വിടുവിക്കും.
വിടുവിക്കുവാൻ പോകുകയാണ്. Today he is going to deliver you. ഇന്ന് രാത്രി അവൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. Today he is going to heal you. വായ് തുറന്ന് നീ ദൈവത്തോട് നിലവിളിച്ചാട്ടെ. Open your mouth and cry unto God. ദാവീദുപുത്ര എന്നോട് കരുണയുണ്ടാകണമേ. Son of David, have mercy upon me. ദാവീദുപുത്ര എന്നോട് കരുണയുണ്ടാകണമേ. Son of David, have mercy upon me. ലജ്ജ കൂടാതെ നിലവിളിക്കുവീൻ. Oh, without any shame, cry, cry. നീ ആവശ്യബോധത്തോടെ നിലവിളിച്ചാട്ടെ. With the sense and need to cry. നിന്റെ നിലവിളി ശബ്ദം സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുവാനിടയായി തീരട്ടെ. Let your cry reach heaven. ആ പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. Holy Spirit, let it touch you. യേശുവിന്റെ കരം നിന്നെ തൊടുവാനിടയായി തീരട്ടെ. Let the hand of Jesus touch you. ദൈവാത്മാവിന്റെ സ്പർശനം നീ അനുഭവിക്കുവീൻ. Have the feeling of Jesus. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകുവീൻ. Do not attend deliverance and go back. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങളാൽ അറിയപ്പെടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ ആലറിയൊടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനമൊന്നു ചേരുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ ശ്വാസത്തോടെ കരമിളച്ചു. ആലറിയൊടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ 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 ആലറിയൊടുന്നു. പുതുഭാഷ കേൾക്കുന്നു. കുഷ്ഠരോഗം മാറുന്നു. ജനമൊന്നു ചേരുന്നു. Hallelujah, 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 hallelujah. Amen, hallelujah. പ്രിയ ദൈവജനമേ, നമ്മുടെ കൺവെൻഷന്റെ ഒന്നാം ദിവസം രാത്രി യോഗത്തിൽ തന്നെ കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പാപത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച്, മരണത്തിൽ നിന്നുള്ളതായ വിടുതലിനെ കുറിച്ച്, ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന, വിടുതലിന് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ അരുളപ്പാടുകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മനുഷ്യന്റെ എല്ലാ ശാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവിന് മാത്രമേ അധികാരമുള്ളൂ. പാപങ്ങളെ ക്ഷമിക്കുവാൻ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ യാഗമായി തീർന്നു. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കാൽവറിയിൽ യാഗമായി തീർന്നപ്പോൾ കാൽവറിയിൽ ഒഴുക്കിയ രക്തത്താൽ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പാപത്തിലും ശാപത്തിലും മരണഭയത്തിലും അടിമയായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഇന്ന് വിടുവിക്കപ്പെടേണ്ട രാത്രിയാണ്. കർത്താവ് നിന്നോട് മനസ്സലിഞ്ഞ് നിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. നീ അടിമത്തത്തിൽ കഴിയേണ്ട കാര്യമില്ല. നീ പാപത്തിന് അടിമയായിരിക്കേണ്ട. എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ ശാപങ്ങളിൽ നിന്നും കർത്താവിനെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയും ആ രക്ഷയുടെ സന്തോഷം, ആ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെങ്കിലും ഈ സത്യവചനങ്ങൾ, ഈ സ്വർഗീയമായ ദൂതുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷാ ദിവസമാണ്. പാപങ്ങൾ ക്ഷമിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ, എല്ലാവിധ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായി യേശു നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ തിരുവചനം കേട്ട പ്രിയപ്പെട്ടവരെ, ദൈവം മുമ്പാകെ നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ എല്ലാവിധമായ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ അധികാരം പ്രാപിച്ചവനാണ്.
യേശു എല്ലാറ്റിന്മേലും ജയം പ്രാപിച്ചവനാണ്. അവൻ കാൽവറിയിൽ സാത്താന്റെ തലയെ തകർത്തു. കാൽവറിയിൽ കൂടെ നമുക്ക് ഈ വലിയ രക്ഷ നേടിത്തന്നു. മാത്രമല്ല, നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, രോഗത്താൽ വേദനപ്പെട്ട് നിരാശപ്പെട്ട് നിലവിളിച്ച് എന്നെ ആർ വിടുവിക്കും, എനിക്ക് ആർ സൗഖ്യം തരുമെന്നുള്ളതായ ആ വേദനയോട് ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ സൗഖ്യം പ്രാപിക്കുന്ന ദിവസമാണ്. യേശു രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ ദൈവമാണ്. കർത്താവ് നിന്റെ രോഗത്തെ അറിയുന്നു. നിന്നെ സൃഷ്ടിച്ചവനായ കർത്താവ് നിന്റെ അവസ്ഥ അറിയുന്നുണ്ട്. ഇന്ന് കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക, യേശു എന്നെ സൗഖ്യമാക്കുന്ന അതേ സൗഖ്യദായകനാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അതേ നീ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ പോവുകയാണ്. പ്രിയ ദൈവ പൈതലേ, സൗഖ്യമാക്കുന്ന യഹോവ നമ്മുടെ മധ്യേ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിടുവിക്കുവാൻ അവൻ മതിയായവനാണ്. പാപഭാരത്താലോ രോഗഭീതിയാലോ മരണഭയത്താലോ മടങ്ങിപ്പോകേണ്ട, എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നവൻ, അതേ നിലവിളിക്കുന്ന ആത്മാക്കളെ അറിയുന്നവൻ. എന്നെ ആർ വിടുവിക്കും എന്ന് നിലവിളിച്ചപ്പോൾ ഈ ശാപത്തിലും ഈ അടിമത്തത്തിൽ നിന്നും ഈ മരണത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കുമെന്ന് അതേ നിലവിളിച്ചപ്പോൾ ഉത്തരം കണ്ടെത്തി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശു പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, മരണത്തെയും ജയിച്ചു. ജയിച്ചവനായ യേശു നമുക്ക് ഇതിൽ നിന്നൊക്കെയും വിടുതൽ നൽകുന്നവനാണ്. ആ വിടുതലിനായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. എല്ലാവരും ആ വിടുതൽ അനുഭവിച്ച് മടങ്ങിപ്പോകുവാനിടയാകട്ടെ. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം വന്നിരിക്കുകയാണല്ലോ. എല്ലാ വിധത്തിലും ഒരു വിടുതൽ പ്രാപിച്ച് സ്വതന്ത്രരായി തീരാം. കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം സ്വതന്ത്രരായി തീരും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ജീവിതത്തിൽ അതേ മനസ്സിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകി നമ്മെ വിടുവിക്കുവാൻ ഇന്ന് രാത്രിയിൽ തിരുവചനത്തിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെട്ടിരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവ സമാധാനം അനുഭവിക്കാം, ദൈവിക വിടുതൽ അനുഭവിക്കാം, ദൈവിക സൗഖ്യം പ്രാപിക്കാം, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനിടയായി തീരട്ടെ. ഏതെങ്കിലും നമ്മെ ബന്ധിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു വിധത്തില് നാം ബന്ധിതരായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് തന്റെ ജനത്തെ കാണുന്നവനായി, അറിയുന്നവനായി, നിലവിളിക്കുന്നവരെ, കർത്താവിങ്കിലേക്ക് നോക്കുന്നവരെ കാണുന്നവനായിട്ട് അവൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ ബന്ധനങ്ങളെ അഴിക്കുവാൻ, എല്ലാ ശാപങ്ങളെയും തീർക്കുവാൻ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, സൗഖ്യം നൽകുവാൻ, യഥാർത്ഥ സമാധാനം നൽകുവാൻ, യഥാർത്ഥ സ്വസ്ഥത നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രാപിക്കുക. അത് നമ്മുടെ അവകാശമാണ്. അത് നമുക്കുള്ളതായ അവകാശമാണ്. കർത്താവ് അത് കാൽവറിയിൽ കൂടെ നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഈ ലോക ജീവിതം മരണത്തോടുകൂടെ അവസാനിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതം മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു നിത്യജീവിതമുണ്ട്. അതിനായിട്ട് ഒരുക്കപ്പെട്ടുകൊള്ളുക. അതിനായി ഈ വചനങ്ങൾ നമുക്ക് ആദായമായി തീരട്ടെ. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കടന്നു പോകണം. ഈ രാത്രിയിൽ വിടുതലിന്റെ രാത്രിയാണ്. ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, ശാപത്തിൽ നിന്ന് വിടുവിക്കുന്നു, പാപത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് വിടുവിക്കുന്നു, ജയം ഇല്ലാതിരിക്കുന്നവർക്ക് ജയത്തെ നൽകുന്നു, യഥാർത്ഥ സൗഖ്യം നൽകുന്നു, യഥാർത്ഥ വിടുതൽ നൽകുന്നു, യഥാർത്ഥ സ്വസ്ഥത നൽകുന്നു, നിത്യജീവങ്കിലേക്കുള്ള പ്രത്യാശ നൽകുന്നു, ജയം നൽകുന്നു. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും എല്ലാവരും പാടിയോട്ടെ. അതിശക്തനായുള്ളൊരു നായകനം അവൻ ദൈവമെന്നോർത്തിടുക. ഹല്ലേലൂയ. അതിശക്തനായുള്ളൊരു നായകനം അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും അതിശക്തനായുള്ള
അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനോ നിന്റെ രോഗങ്ങൾ നീക്കുവാനോ അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. 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 കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം ഈ രാത്രിയിൽ അതേ ഈ യോഗമധ്യേ ഈ യോഗത്തിന്റെ അവസാന മിനിറ്റുകളിൽ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവചനം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, പിന്നീട് ഒരു പാപവും ശേഷിക്കുന്നില്ല. ഹല്ലേലൂയ. സകല പാപവും. പാപം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ സകല പാപങ്ങളെയും ക്ഷമിക്കുവാൻ, പോക്കി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ അധികാരമുള്ളൂ. പാപമില്ലാത്തവന് മാത്രമേ, പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ പാപത്തെ ക്ഷമിച്ച് വിശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലെ പാപം, ജീവിതത്തിലെ പാപം, ഹൃദയത്തിൽ അതേ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, പ്രവൃത്തിയിലെ പാപങ്ങൾ, എല്ലാ പാപങ്ങളെയും അതേ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകുവാനിടയാകട്ടെ. പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. അവൻ നിന്റെ അകർത്യമൊക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപങ്ങൾ ക്ഷമിക്കുവാനും അനുഭവിക്കുക, രോഗങ്ങൾ നീക്കുവാനും അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനോ നിന്റെ രോഗങ്ങൾ നീക്കുവാനോ അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനോ നിന്റെ രോഗങ്ങൾ നീക്കുവാനോ അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. പാപങ്ങൾ ക്ഷമിക്കുവാനോ നിന്റെ രോഗങ്ങൾ നീക്കുവാനോ അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ സമ്പൂർണമായി സമർപ്പിക്കും? കർത്താവിന്റെ ഹിതത്തിനായിട്ട്, അവനിൽ നിന്നുള്ള വിടുതലിനായിട്ട്, കേട്ട വചനപ്രകാരമുള്ളതായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എത്ര പേർ സമർപ്പിക്കും? അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ ശക്തി സ്വർഗത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ അവരുടെ മേൽ പകരപ്പെടാൻ പോവുകയാണ്. അവർ വിടുവിക്കപ്പെടും, ബന്ധനങ്ങൾ അഴിക്കപ്പെടും, തടസ്സങ്ങൾ നീക്കപ്പെടും,
രോഗങ്ങൾ സൗഖ്യമാകും, പ്രത്യാശ വർദ്ധിക്കും, നിത്യജീവൻ പ്രാപിപ്പാൻ ഇടയായി തീരും. ഉയരത്തിൽ നിന്നൊരു ശക്തി അവരുടെ മേൽ പകരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോ പൂർണ്ണമായി സമർപ്പിക്കുക. 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 Hallelujah, 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 hallelujah. Amen. Hallelujah, 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 hallelujah. Amen. Hallelujah, hallelujah. ഇന്ന് രാത്രിയിൽ അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വ്യത്യാസം, ഒരു വിടുതൽ നൽകിയിരിക്കുകയാണ്. അനേകരുടെ വേദനകൾ, ദുരിതങ്ങൾ, യാതനകൾ കർത്താവ് കണ്ട് മനസ്സലിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. അതെ, നിന്നെ വാസ്തവമായി നിത്യമായി സ്നേഹിക്കുന്നു. നീ കർത്താവിനുള്ളതാണ്. നിന്നെ സൗഖ്യമാക്കുന്നത് ദൈവ ഇഷ്ടമാണ്. കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിനക്ക് വിടുതൽ തരുവാൻ ആഗ്രഹിക്കുകയാണ്. നീ സ്വതന്ത്രയായി സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ ഇനി ബന്ധനത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേ, ഇപ്രകാരം പറയുകയാണ്: സമാധാനത്തോടെ പോകാം, സന്തോഷത്തോടെ പോകാം, പ്രത്യാശയോടെ മടങ്ങിപ്പോകാം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിനക്ക് ജയത്തെ നൽകിയിരിക്കുന്നു. നീ എനിക്കുള്ളതാണ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവ് ഹൃദ്യമായി ഓരോ ഉള്ളങ്ങളോടും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വചനങ്ങൾ അതേ നമ്മുടെ ജീവിതത്തിന് ആദായമായി തീരുവാൻ കർത്താവ് കൽപ്പിച്ച വചനങ്ങളാണ്. ഈ വചനത്താൽ ജീവനുണ്ട്. ഈ വചനത്താൽ രൂപാന്തരമുണ്ട്. ഈ വചനത്താൽ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയും. അതിനായി നമ്മെ സമർപ്പിച്ച് വീണ്ടും കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കൺവെൻഷന്റെ 1-ാം ദിവസം രാത്രി യോഗത്തെ കർത്താവ് ആശീർവദിച്ചതിനായി സ്തോത്രം ചെയ്യാം. നൽകപ്പെട്ട എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കർത്താവ് തന്റെ വചനങ്ങളാൽ നമ്മെ സന്ദർശിച്ച് അനുഗ്രഹിച്ച് നിത്യജീവന്റെ അവകാശികളാക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യാം. അടിമത്തത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും കർത്താവ് വിടുതൽ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യാം. നിത്യജീവനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള യോഗങ്ങളെയും കർത്താവ് നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ത്രിയേക ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് വേഗം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ യേശു ക്രിസ്തുവിന്റെ വിലതിരാതിരത്വത്തിന്റെ നാമത്തിലും ആശ്രയിച്ച് ഞങ്ങൾ ഞങ്ങളുടെ പിതാവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന സമയം മുതൽ അവിടുത്തെ മഹനീയ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ തന്നെ തേജോമനായ ദൈവം 1000 ദൂതന്മാരുടെ അകമ്പടിയോടെ സർവശക്തനായ ദൈവമായി അനുഗ്രഹത്തിന്റെ കരവുമായി ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്ന കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നല്ല ആത്മീയ ഗാനങ്ങൾ പാടി ആത്മാവിൽ സന്തോഷിച്ച് ആനന്ദിച്ചാർക്കുവാന്റെ കൊള്ളും പരിശുദ്ധ
പരിശുദ്ധാത്മശക്തിയെ പുതുക്കുവാൻ കൊണ്ടും കരുണയുള്ള ദൈവം ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ നൽകി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ചുന്ന പിതാവേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഞങ്ങൾക്ക് കേൾക്കുവാൻ കൊണ്ടും അവിടുന്ന് ഇടയാക്കിയതായി സ്തോത്രം. കർത്താവിന് വേണ്ടി ജയിലറുകളിൽ കഷ്ടം സഹിച്ച ആ സാക്ഷ്യം കർത്താവ് മറ്റനേകർക്ക് ഒരു പ്രചോദനമായി തീരുവാൻ കൊണ്ടും ദൈവത്തിന് പരിശുദ്ധാത്മാ തുറന്നും സഹായിക്കുമാറാകണമേ. അതിലുപരിയായി കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാ ദൈവം ഞങ്ങളുടെ ശക്തിയോടെ സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. വിടുതൽ നൽകുന്നവനായ ഒരു ജോലിയനായ ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് പിതാവേ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും വിടുതൽ നൽകുന്നവനായ കർത്താവിനെ പരിചയപ്പെടുത്തുവാനെ കൊണ്ടും പരിശുദ്ധാത്മാ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം ദൂരത്തും ചാരത്തുമായി ദൈവത്തിന്റെ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കർത്താവ് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ കർത്താവ് ആരെങ്കിലും ഏതെങ്കിലും ഭയത്തിന് അടിമകളായി നിൽക്കുന്നുവെങ്കിൽ വിടുതലിന്റെ കരം നീട്ടി അവരെ വിടുവിക്കുമാറാകണമേ കർത്താവെ സ്തോത്രം. ഉത്തരൻ കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം ഉള്ളവരായി തീരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ശ്രമിച്ചുവല്ലോ പിതാവെ സ്തോത്രം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനങ്ങൾ ശ്രമിപ്പിച്ചുവല്ലോ പിതാവെ. ആത്മീയ സത്യങ്ങൾ കർത്താവ് കേട്ട് അതിന് പ്രകാരം അനുസരിച്ച് കീഴ്പ്പെട്ട് എല്ലാവിധ മാർഗിക അന്ധകാര ശക്തിയുടെ കരങ്ങളിൽ നിന്നും കർത്താവ് എല്ലാ പൈസന്റെ പോരാട്ട ശക്തിയിൽ നിന്നും എല്ലാ ദുഷ്ടന്റെ കരങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനെ കൊണ്ട് ദൈവം സഹായിക്കണമേ കർത്താവ്. വിശേഷാൽ ഈ പള്ളിപ്പാട് ദേശത്തിനും ഹരിപ്പാട് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടുള്ള ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ സകല ഭവനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പള്ളിപ്പാട്ടിലൂടെ ആരംഭിച്ച ഈ കൺവെൻഷനിൽ കർത്താവ് സ്തോത്രം ഈ ദേശത്തിന് അനുഗ്രഹമായി മാറുവാൻ അവർ നന്മയായി തീരുവാനെ കൊണ്ടും ദൈവം സഹായിക്കണമേ. ഇനി ഇതുപോലെയുള്ള കൂടിയവരോട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിയുന്നില്ല കർത്താവ്. ആകിയാൽ നല്ലവനായ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾ തക്ക സമയത്ത് ഉപയോഗിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ കൊണ്ട് സഹായിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങൾ നടക്കുന്ന കൂട്ടങ്ങളിലും എല്ലാവരും കടന്നു വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ കൊണ്ട് സഹായിക്കണമേ. പൗലോസിനെയും ശിലാസിനെയും കാരാഗ്രഹത്തിൽ വിടുവിച്ചവനായ ദൈവമായ പിതാവേ, ആത്മീയ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അനേക ജീവിതങ്ങൾ വിടുവിക്കുന്ന രാത്രികാലമായി തീരുവാൻ കൊണ്ട് ദൈവടിയാക്കണമേ കർത്താവേ. ചന്ദ്രക്ക് മേശ കവേതുരനെ തീച്ചോളിൽ വിടുവിച്ചനായ ദൈവമായ പിതാവേ, അഗ്നിശോധനയിലകപ്പെട്ട് വട്ടം തിരിയുന്ന അനേക ജീവിതങ്ങൾ ദേശത്ത് കർത്താവുള്ളവരുണ്ടെങ്കിൽ അവർ വിടുവിക്കപ്പെടുവാൻ കൊണ്ട് സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർ കർത്താവ് ദേശത്തുള്ളവരുണ്ടെങ്കിൽ അവരും കടന്നു വന്ന് വിടുതൽ പ്രാപിപ്പാൻ കൊണ്ടും പരിശുദ്ധാത്മാ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓടിന്ന് അധ്വാനിച്ചൊന്നും വൃതമായി പോകുവാൻ ഒരിക്കലിടയാകരുത്. ഞങ്ങളുടെ കർത്താവിന്റെ വരെ അതിവേഗം നടക്കുവാൻ പോകുന്നില്ല പിതാവേ. കാലങ്ങൾ സമയങ്ങൾ ഞങ്ങളെ വിട്ട് അതിവേഗം മുമ്പോട്ട് പോകുന്നു. കാന്തൻ വരുന്ന സമയം ഏറ്റവും ആസന്നമായിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാണുന്നതെല്ലാം അതിവേഗം മാഞ്ഞു മറഞ്ഞു പോകും. ശാശ്വതമായതും സ്വർഗീയമായും നിത്യമായി പാർപ്പിട ഒരുക്കുവാൻ പോയ കർത്താവ് ദേശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആത്മാവിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ പറന്നുപോകും നിങ്ങൾ അറിയുന്നു. ആകിയാൽ ഞങ്ങളുടെ നല്ലവനായ പിതാവേ, അണികളും ആത്മാവിലോടി ആത്മാവിൽ ജീവിച്ച് നല്ല അവകാശം പ്രാപിപ്പാൻ സഹായിക്കും. പുത്രനെ മഹത്വപ്പെടുത്തണമേ. കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.